Good morning all of you. How are you? Hope all are fine. Okay, നമ്മൾ ഇന്ന് ബേസിക് സയൻസ് ആണ് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാണ് പഠിച്ചത്? നമ്മൾ പാർട്സ് ഓഫ് എ പ്ലാന്റ് പഠിച്ചു അല്ലേ? പാർട്സ് ഓഫ് എ പ്ലാന്റ്. അപ്പം ഒരു പ്ലാന്റിന് മെയിൻ ടു പാർട്സ് ആയിട്ട് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? റൂട്ട് ആൻഡ് ഷൂട്ട് എന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ റൂട്ടും ഷൂട്ടും എന്താണ് നമ്മൾ പഠിച്ചു അല്ലേ? അപ്പോൾ റൂട്ട് എന്ന് പറയുന്നത് മണ്ണിനടിയിൽ കാണപ്പെടുന്ന ഭാഗമാണ്. ഷൂട്ട് എന്ന് പറയുന്നത് മണ്ണിന് മുകളിലായിട്ട് കാണപ്പെടുന്നത്. ഏതൊക്കെയാ? ലീഫ്, പിന്നെ ബ്രാഞ്ചസ്, ഫ്രൂട്ട്സ്, ഫ്ലവേഴ്സ് അല്ലേ? അങ്ങനെ പല കാര്യങ്ങളും ആണല്ലോ. ആണ്. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് പാർട്സ് ഓഫ് എ ഷൂട്ട് സിസ്റ്റം. ഷൂട്ട് നമ്മൾ പറഞ്ഞ ഷൂട്ട് എന്ന് പറയുന്നത് മണ്ണിന് മുകളിലായി കാണപ്പെടുന്ന ഭാഗമാണ്. ലീവ്സ്, ഫ്ലവേഴ്സ്, പിന്നെ എന്താണ് ഫ്രൂട്ട്സ്, അങ്ങനെ സ്റ്റെം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ആ പാർട്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ പേജ് നമ്പർ 183 പാർട്സ് ഓഫ് ഷൂട്ട് സിസ്റ്റം. പാർട്സ് ഓഫ് ഷൂട്ട് സിസ്റ്റം. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് വൺ സ്റ്റെം ആണ് എടുക്കാനായിട്ട് പോകുന്നത്. സ്റ്റെം എന്ന് പറഞ്ഞാൽ എന്താണ്? തണ്ട് അല്ലേ? തണ്ട് അല്ലെങ്കിൽ എന്താണ്? ഒരു ചെടിയുടെ നേരെ പോകുന്ന മണ്ണിൽ നിന്നും കിളിച്ചു വരുന്ന ആ ഭാഗമാണ് സ്റ്റെം എന്ന് പറയുന്നത് ആണല്ലോ. ആണ്. അപ്പൊ സ്റ്റെമ്മിനെ കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാം. സ്റ്റെമ്മിന്റെ പ്രത്യേകത എന്താണ്? സ്റ്റെം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു, അങ്ങനെയൊക്കെയുള്ള ഫങ്ഷൻസ് എന്തൊക്കെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് പറയാം. ഓക്കെ, ഇപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ടീച്ചർ ആദ്യം ഒന്ന് വായിക്കുക, കേട്ടിരിക്കുക, ടെക്സ്റ്റിൽ തന്നെ നോക്കിയിരിക്കുക. ഓക്കെ, സ്റ്റെംസ്, STEMS, stems. The tiny shoot that breaks through the soil and grows above the ground develops into a stem. They give support to the leaf and reproductive parts in a plant. They can store food and if green in color, they can produce food too, just like leaves. The first important function of a stem is to take water and minerals from the root and transport into the leaves. When the leaves prepare food using the water and minerals with sunlight and chlorophyll, stems transport this food to the rest of the plant. Okay, അപ്പോൾ അത്രയും വായിച്ചു അല്ലേ? നമുക്ക് ഓരോ നോക്കാം എന്താണെന്നുള്ളത്. Stems. The tiny shoot that breaks through the soil and grows above the ground develops into a stem. അപ്പോൾ സ്റ്റെം എന്ന് പറയുന്നത് the tiny shoot that breaks through the soil and grows above the ground develops. അപ്പോൾ നമ്മളൊരു സീഡ് കൊണ്ട് നട്ടു അല്ലേ? അപ്പോൾ ആ സീഡ് മണ്ണിൽ നിന്നും പൊട്ടി മുളച്ച് അല്ലേ? മണ്ണിൽ നിന്നും മുളച്ച് നമ്മൾ മുകളിലേക്ക് വരുവാണ്. ആ കാണുന്ന ആ മുളച്ച് പൊങ്ങി വരുന്ന ആ ഒരു ചെറിയ എന്താ പറയുന്നത് ടൈനി ഷൂട്ട്, വളർച്ച ചെയ്തത് കുഞ്ഞു ഷൂട്ട് അല്ലെ? ചെറിയ ആ ഒരു ഷൂട്ട് എന്താണ്? ചെറുതായിട്ട് കിളിച്ചു വരുന്ന ആ ഒരു ഭാഗമാണ് എന്താണ് പറയുന്നത്? സ്റ്റെം എന്ന് പറയുന്നത്. തീരെ ചെറിയ ആ ഒരു സ്റ്റെമ്മായിട്ടായിരിക്കും ആ ഒരു സീഡ് കിളിച്ചു വരുന്നത് അല്ലെ? സ്റ്റെമ്മിൽ നിന്നും ഒരു കുഞ്ഞ് കിളിർന്ന ഇലകളായിട്ടായിരിക്കും ഒരു സീഡ് പൊട്ടിമുളച്ച് വരുന്നത്. അപ്പൊ ആ ഒരു നീണ്ടു വരുന്ന ആ ഭാഗമാണ് സ്റ്റെം എന്ന് പറയുന്നത്. They give support to the leaf and reproductive parts in a plant. അപ്പോൾ ഒരു ചെടിയുടെ ഇലയ്ക്കും അല്ലേ? These give support to the leaf, ഇലയ്ക്കും ആൻഡ് റീപ്രൊഡക്റ്റീവ് പാർട്സ്, പ്രത്യുൽപാദന ഭാഗങ്ങൾ, ഫ്ലവേഴ്സ്, അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ ഈ ഒരു സ്റ്റെമ്മ് ഹെൽപ്പ് ചെയ്യുന്നു അല്ലെ? എന്തൊക്കെ ചെയ്യുന്നുണ്ട്? സപ്പോർട്ട് ചെയ്യുന്നു. ദേ ഗിവ് സപ്പോർട്ട്. സ്റ്റെമ്മ് ലീഫിനും റീപ്രൊഡക്റ്റീവ് പാർട്സിനും സപ്പോർട്ട് ചെയ്യുന്നു. പിന്നെ ദേ ക്യാൻ സ്റ്റോർ ഫുഡ്. അവയ്ക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? സ്റ്റെമ്മിന് ഫുഡ് സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും. ദേ ക്യാൻ സ്റ്റോർ ഫുഡ് ആ ഇലകളിൽ വെച്ച് ഉണ്ടാക്കുന്ന ഫുഡ്, അത് പറഞ്ഞുതരാം. ആ ഫുഡ് എന്താണ്? സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് സ്റ്റെമ്മ് ഉപയോഗിക്കുന്നു. പിന്നെ and if green in color,
they can produce food too, just like leaves. അപ്പോൾ ഗ്രീൻ കളറുള്ള എന്താണ് സ്റ്റെമ്മുകൾ ഉണ്ടാവും അല്ലെ. നമ്മുടെ കുഞ്ഞു ചെടികളുടെയൊക്കെ തണ്ടെന്ന് പറയുന്നത് ഗ്രീൻ കളറാണ് അല്ലെ. അപ്പൊ ഗ്രീൻ കളറുള്ള സ്റ്റെംസ് ലീവ്സ് ഫുഡ് ഉണ്ടാക്കുന്നത് പോലെ അവയും സ്വന്തമായി ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ സ്റ്റെം എന്ന് പറയുന്നത് ഫുഡ് സ്റ്റോർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഗ്രീൻ സ്റ്റെം ഉള്ളവ ലീവ്സ് എങ്ങനെ ഫുഡ് ഉണ്ടാക്കുന്നോ അതുപോലെ തന്നെ ഫുഡ് സ്വയം ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് സ്റ്റെമ്മിന്. ഓക്കെ, അത്രയും മനസ്സിലായോ? ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ. ദ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ ഓഫ് എ സ്റ്റെം ഈസ് to take water and minerals from the root and transport into the leaves. അപ്പോൾ ഒരു സ്റ്റെമ്മിൻ്റെ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് അത് ചെയ്യുന്ന ഒരു ജോലി എന്ന് പറയുന്നത് സ്റ്റെം ഈസ് ടു ടേക്ക് വാട്ടർ ആൻഡ് മിനറൽസ്. ഒരു സ്റ്റെമ്മ് വാട്ടറും മിനറൽസും എവിടെ നിന്ന്? ഫ്രം ദ റൂട്ടിൽ നിന്നും ട്രാൻസ്പോർട്ട് ചെയ്ത്, റൂട്ടിൽ നിന്നും ശേഖരിച്ച്, വേരിൽ നിന്നും വെള്ളവും ധാതു ലവണങ്ങളും സ്വീകരിച്ച് എന്താണ് സ്റ്റെമ്മ് ഒരു റൂട്ടിൽ നിന്നും ശേഖരിച്ച് എന്താണ് വിവിധ ഭാഗങ്ങളിലേക്ക്, ഇലകളിലേക്ക് കൊണ്ടുപോകുന്നു. ഓക്കെ, ഇപ്പൊ എന്താ പറഞ്ഞത്? ദ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ ഓഫ് എ സ്റ്റെം ഈസ് to take water and minerals from the root and transport into the leaves. അപ്പോൾ റൂട്ടിൽ നിന്നും എന്താണ് മിനറൽസും വാട്ടറും ശേഖരിച്ച് ലീവ്സിലേക്ക് കൊണ്ടുപോകുന്ന ചുമതല ആർക്കാണ്? സ്റ്റെമ്മിനാണ്. ഓക്കെ, then when the leaves prepare food using the water and minerals with sunlight and chlorophyll. അപ്പോൾ ഈ കൊണ്ടുപോകുന്ന വാട്ടറും മിനറൽസും എല്ലാം സ്റ്റെം ഇലകൾക്ക് കൊടുക്കുന്നു അല്ലെ. അപ്പോൾ ഇലകൾ എന്ത് ചെയ്യുന്നു? പ്രിപ്പയർ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നു യൂസിങ് ദ വാട്ടർ, മിനറൽസ് വിത്ത് സൺലൈറ്റ് ആൻഡ് ക്ലോറോഫിൽ. എന്താണ് സൺലൈറ്റ്? സൂര്യപ്രകാശത്തിന്റെയും ക്ലോറോഫിൽ ഹരിതകം ഈ ചെടികൾക്ക് പച്ച നിറം ഉണ്ടാക്കുന്ന വർണ്ണവസ്തുവാണ് ഹരിതകം, ക്ലോറോഫിൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ ക്ലോറോഫിൽ ഉപയോഗിച്ചും സൺലൈറ്റ്, ക്ലോറോഫിൽ, വാട്ടർ, മിനറൽസ് എന്നിവയെല്ലാം യൂസ് ചെയ്ത് ലീവ്സ് ഫുഡ് ഉണ്ടാക്കുന്നു അല്ലെ. അപ്പൊ എന്താ പറഞ്ഞ? റൂട്ടിൽ നിന്നും വാട്ടറും മിനറൽസും സ്റ്റെമ്മ് ആർക്ക് കൊടുക്കുന്നു? ലീവ്സിന് കൊടുക്കുന്നു. അപ്പൊ അതത്രയും അവിടെ എത്തിച്ചപ്പോൾ ലീവ്സ് സൺലൈറ്റിൽ നിന്നും ഹരിതകം, ക്ലോറോഫിലും ഉപയോഗിച്ച് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നു. സ്റ്റെം ട്രാൻസ്പോർട്ട് ദിസ് ഫുഡ് ടു ദ റെസ്റ്റ് ഓഫ് ദ പ്ലാന്റ്. സ്റ്റെമ്മ് ഇവ എന്ത് ചെയ്യുന്ന ഈ ഉണ്ടാക്കിയ ഭക്ഷണം സ്റ്റെമ്മ് മറ്റ് പ്ലാന്റ്സിന്റെ പാർട്സിലേക്കൊക്കെ കൊണ്ടെത്തിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ് റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലേക്കും അതുപോലെ അതിനാവശ്യമുള്ള ആ ഒരു ചെടി വളർന്നു വരുന്നതിന് വേണ്ടി ഏതൊക്കെ പാർട്സ് ഉണ്ടോ അവിടേക്കെല്ലാം ഈ ഫുഡ് സ്റ്റെം എത്തിക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റെം തന്നെയാണ് വേരിൽ നിന്നും വെള്ളവും വാട്ടറും മിനറൽസും എല്ലാം കൊണ്ടുചെന്ന് ലീവ്സിലെത്തിച്ച് ലീവ്സ് സൺലൈറ്റും ക്ലോറോഫില്ലും ഒക്കെ ഉപയോഗിച്ച് ഫുഡ് ഉണ്ടാക്കുന്നു. അപ്പൊ ആ ഫുഡ് പിന്നെയും സ്റ്റെം എടുത്ത് ബാക്കിയുള്ള പാർട്സിലേക്കൊക്കെ കൊണ്ടുപോകുന്നു. ഓക്കെ, അപ്പൊ അത്ര മനസ്സിലായോ? സ്റ്റെമ്മിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് മനസ്സിലായോ? സ്റ്റെമ്മിന്റെ ഫംഗ്ഷൻ മനസ്സിലായോ? സ്റ്റെമ്മാണ് വേരിൽ നിന്നും റൂട്ട്സിൽ നിന്നും മിനറൽസും വാട്ടറും എല്ലാം ശേഖരിച്ച് ലീവ്സിൽ എത്തിക്കുന്നു. ലീവ്സ് ഉണ്ടാക്കുന്ന ഫുഡ് വീണ്ടും സ്റ്റെം എന്ത് ചെയ്യുന്നു? ബാക്കി പാർട്സിലേക്കൊക്കെ അത് കൊണ്ടുപോയി എത്തിക്കുന്നു. ഓക്കെ, അത്ര മനസ്സിലായോ? അപ്പൊ സ്റ്റെമ്മിന്റെ ഡ്യൂട്ടീസ് മനസ്സിലായോ? ഇപ്പൊ ലീവ്സിൽ നിന്നും മറ്റു പാർട്സിലേക്ക് ഫ്രൂട്ട്സ് ആയാലും അതിന്റെ മറ്റു പാർട്ടുകൾ ഏതൊക്കെയാണോ അവയുടെയൊക്കെ എല്ലാം ഈ സ്റ്റെം ഫുഡ് കൊണ്ട് എത്തിക്കുന്നു. ലീവ്സ് എന്ന് പറയുന്നത് ഫുഡ് പ്രിപ്പയർ ചെയ്യുക മാത്രമാണ്. ആ ഉണ്ടാക്കിയ ഫുഡ് ബാക്കിയുള്ള പാർട്സിലേക്കൊക്കെ എത്തിക്കുന്നത് ആരാണ്? സ്റ്റെമ്മാണ്. ഓക്കെ, അപ്പൊ സ്റ്റെമ്മിനെ കുറിച്ച് മനസ്സിലായല്ലോ. സ്റ്റെം എന്ന് പറയുന്നത് എന്താണ്? ആദ്യം ഒരു സ്റ്റെം രൂപപ്പെട്ടു വരുന്നത് മണ്ണിൽ നിന്നും പൊട്ടി മുളച്ച് കുഞ്ഞു ലീവ്സ് ആയിട്ടും കുഞ്ഞു സ്റ്റെമ്മായിട്ടും ആണ് മണ്ണിൽ നിന്നും പൊട്ടി മുളച്ച് വരുന്നത്.
അത് വളർന്ന് വലുതാവുന്നു അല്ലെ. വളർന്ന് വലുതാവുന്ന എങ്ങനെയാണ്? വേര് നമ്മുടെ റൂട്ടിൽ നിന്നും വാട്ടറും മിനറൽസും എല്ലാം വലിച്ചെടുത്ത് എന്താ ലീവ്സിൽ എത്തിച്ച് ലീവ്സ് ഉണ്ടാക്കുന്ന ആ ഒരു ഭക്ഷണം ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളിലുമൊക്കെ എത്തിച്ചാണ് അവ വളർന്ന് വളർന്ന് വലിയ ചെടികളാക്കി ആവുന്നത്. അപ്പൊ സ്റ്റെം ഒരു ചെടി വളരുന്നതിന് എന്താണ് സ്റ്റെം എന്ന് പറയുന്നത്? ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. അതുപോലെ എല്ലാ പാർട്ടുകളും എന്താണ്? നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇപ്പൊ സ്റ്റെമ്മിന്റെ ഡ്യൂട്ടി മനസ്സിലായല്ലോ? മനസ്സിലായോ? ഓക്കെ, അപ്പൊ അത് മനസ്സിലായ എല്ലാവർക്കും? മനസ്സിലായി. ഓക്കെ, നെക്സ്റ്റ് ലീവ്സ് ഇലകൾ. അപ്പൊ ഇലകൾ എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ നോക്കി, ലീവ്സ് ആർ ആൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് എ പ്ലാന്റ്. They are a part of the plant's shoot system. Different plants have different types of leaves. Leaves vary in shape and size. This depends on the environment in which the tree grows. In dry areas, leaves may be rolled up, long and needle-like or covered with wax or hairs to prevent loss of moisture. Climbing plants such as peas have leaf tips that coil into stalks called tendrils to help the plant cling. Leaves help a plant to breathe. Most leaves are green in color. This is due to the presence of a pigment called chlorophyll, with the help of which leaves make food. There are some leaves that are not green but red or brown in color. അപ്പോൾ എന്താണ് ലീവ്സിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നോക്കാം. ഓരോ സെന്റൻസ് വെച്ച് നോക്കാം. ഓക്കെ, അപ്പൊ നോക്കിയിരിക്കുക. ഫസ്റ്റ് സെന്റൻസ്, ലീവ്സ് ആർ ആൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് എ പ്ലാന്റ്. പ്ലാന്റ്സിന്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് ലീവ്സ് എന്ന് പറയുന്നത്. അപ്പൊ എന്താ പറഞ്ഞത്? പ്ലാന്റ്സിന്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് ലീഫ് അല്ലെ, ലീവ്സ് എന്ന് പറയുന്നത്. ദേ ആർ എ പാർട്ട് ഓഫ് ദ പ്ലാന്റ് ഷൂട്ട് സിസ്റ്റം. അപ്പോൾ പ്ലാന്റിന്റെ ഷൂട്ട് സിസ്റ്റത്തിന്റെ ഒരു പാർട്ടാണ് ലീവ്സ് എന്ന് പറയുന്നത് അല്ലെ. അപ്പോൾ മണ്ണിൽ നിന്നും മുകളിലേക്കുള്ള ഭാഗമാണ് ഷൂട്ട് എന്ന് പറയുന്നത്. ആ ഷൂട്ടിന്റെ ഒരു പാർട്ടാണ് ലീവ്സ്. ഓക്കെ, ഡിഫറെന്റ് പ്ലാന്റ്സ് ഹാവ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലീവ്സ്. അപ്പോൾ നമ്മൾ മുറ്റത്തേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ ചുറ്റും നിരവധി ചെടികളുണ്ട് അല്ലെ. അപ്പൊ ആ ചെടികളിലെല്ലാം ഒരേ സൈസുള്ള ഇലകളാണോ? അല്ല അല്ലെ. മാംഗോന്റെ ട്രീയിലെ ഇലകൾക്ക് ഒരു സൈസാണ്. അതുപോലെ എന്താണ് നമ്മുടെ ജാക്ക് ഫ്രൂട്ടിന്റെ ട്രീന് ഒരു ഇലയ്ക്ക് വേറൊരു ഷേപ്പാണ്. അതുപോലെ കുഞ്ഞു പ്ലാന്റ്സ് റോസ്, ഹിബിസ്കസ്, അതിൻ്റെയൊക്കെ ഇലകളൊക്കെ എന്താ ഡിഫറെന്റ് ഷേപ്സ് ആണ് അല്ലെ. അപ്പോ നമ്മൾ കാണുന്ന ചെടികൾക്കെല്ലാം ഒരേ ഷേപ്പാണോ? അല്ല, ഡിഫറെന്റ് ഷേപ്പ് ആയിരിക്കും ഓരോ ഇലകൾക്കും. ഓക്കെ, ഇപ്പൊ എന്താ പറഞ്ഞേ? ഡിഫറെന്റ് പ്ലാന്റ്സ് ഹാവ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലീവ്സ്. വ്യത്യസ്ത സസ്യങ്ങൾക്ക് അല്ലെങ്കിൽ വ്യത്യസ്ത എന്താണ് ട്രീസിനൊക്കെ വ്യത്യസ്ത തരം ഇലകളായിരിക്കും കാണുന്നത്. ദെൻ ലീവ്സ് വാരി ഇൻ ഷേപ്പ് ആൻഡ് സൈസ്. അതുപോലെ ലീവ്സ് എന്ന് പറയുന്നത് വാരി ഇൻ ഷേപ്പ് ആൻഡ് സൈസ്. ആ ഷേപ്പിലും ഓരോ ഇലകൾക്കും ഓരോ ഷേപ്പാണ് അല്ലെ. നിങ്ങൾ മുറ്റത്തേക്ക് ഓരോ ചെടികളെയും ഓരോ മരങ്ങളെയും നോക്കുക. ഓരോ മരത്തിന്റെ ഇലകൾക്കും എന്താണ് വ്യത്യസ്ത ഷേപ്പാണ് അല്ലെ. ഒന്നുകിൽ എന്താണ് പല പല ഷേപ്പുകളിലാണ് കാണപ്പെടുക. പിന്നെ അതുപോലെ സൈസിലും ഡിഫറൻസ് ഉണ്ടാകും. ചിലത് ചെറുതായിരിക്കും, ചിലത് ഭയങ്കര വലുതായിരിക്കും, അല്ലെ മീഡിയം സൈസ് ആയിരിക്കും അല്ലെ. നമ്മൾ കാണുന്ന ഓരോ ചെടികൾക്കും ഓരോ ഷേപ്പും ഓരോ സൈസുമാണ് അല്ലെ. അപ്പൊ നമ്മൾ പറഞ്ഞ എന്താണ്? ഡിഫറെന്റ് പ്ലാന്റ്സ് ഹാവ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലീവ്സ്. വ്യത്യസ്ത തരം ഓരോ പ്ലാന്റ്സിനും ഓരോ തരം ലീവ്സ് ആണ് ഉണ്ടായിരിക്കുക. ഓക്കെ, പിന്നെന്ത് പറഞ്ഞു? ആ ലീവ്സ് എല്ലാം എന്താണ് ഷേപ്പിലും സൈസിലും വ്യത്യസ്തമായിരിക്കും. ഓക്കെ, ദെൻ ദിസ് ഡിപ്പെൻഡ്സ് ഓൺ ദ എൻവയോൺമെന്റ് ഇൻ വിച്ച് ദ ട്രീ ഗ്രോസ്. ഒരു ചെടി അല്ലെങ്കിൽ ഒരു മരം വളരുവാൻ വേണ്ടി എന്താ ആ ഒരു മരം വളരുന്നത് ആ മരം വളരുന്ന പരിസ്ഥിതിയെ മാത്രം ആശ്രയിച്ചായിരിക്കും. ഓക്കെ, അപ്പൊ ആ ഒരു എൻവയോൺമെന്റിനനുസരിച്ചായിരിക്കും ഓരോ മരവും വളരുന്നത് അല്ലെ. ചില മരങ്ങൾ എന്താണ് നമ്മുടെ ചൂടുള്ള സ്ഥലങ്ങളിൽ വളരില്ല, ചില മരങ്ങൾ തണുപ്പുള്ള സ്ഥലങ്ങളിൽ വളരില്ല. അങ്ങനെയൊക്കെയുണ്ട്, ഓരോ ഡിഫറൻസും ഉണ്ട് അല്ലെ. അപ്പൊ ഓരോ പരിസ്ഥിതി അനുസരിച്ചായിരിക്കും ഓരോ പ്ലാന്റ്സും
വളരുന്നത്. ഓക്കെ, ദെൻ എന്താ പറഞ്ഞേ, നെക്സ്റ്റ് നോക്കിയേ. ഇൻ ഡ്രൈ ഏരിയാസ്, വരണ്ട പ്രദേശങ്ങളിൽ, ഡ്രൈ ഏരിയാസിൽ ലീവ്സ് മേ ബി റോൾഡ് അപ്പ് long and needle like or covered with wax or hairs to prevent loss of moisture. അപ്പോൾ ഈ വരണ്ട പ്രദേശങ്ങളിൽ എന്താണ് മോയ്സ്ചർ, എന്താണ് നമ്മുടെ ഈർപ്പം, ഇലകളിൽ ഈർപ്പം നഷ്ടപ്പെട്ടു പോയ ഡ്രൈ ഏരിയാസ് എന്ന് പറയുമ്പോൾ ഭയങ്കര സൂര്യൻ്റെ ചൂടായിരിക്കും അല്ല. അപ്പോൾ സൂര്യൻ്റെ ചൂടേൽക്കുമ്പോൾ എന്താണ് ഇലകളൊക്കെ കരിഞ്ഞു പോകും അല്ല, അതിൻ്റെ ഈർപ്പം സൂര്യനിൽ നിന്ന് എന്താണ് വലിച്ചെടുത്ത് ഇലകളൊക്കെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ. അപ്പോൾ ആ ഒരു ഈർപ്പം വരണ്ട പ്രദേശങ്ങളിൽ ഇലകളിലെ ഈർപ്പം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ ഇലകൾ എന്ത് ചെയ്യും, ചുരുളും, ഇലകൾ അങ്ങ് ചുരുളും, അതിൻ്റെ ആ ഒരു ഈർപ്പം നഷ്ടപ്പെട്ടു പോകാതിരിക്കും ഇലകൾ ചുരുളും. അല്ലെങ്കിൽ എന്താണ്, ആ ഇലകളുടെ പുറത്തായിട്ട് വാക്സും പിന്നെന്താ അല്ലെങ്കിൽ ഹെയർസും ഉണ്ടായിരിക്കും. മെഴുക്ക്, ചില ഇലകൾക്ക് ഒരു മെഴുക്ക് പോലെ എന്താണ് നല്ല സോഫ്റ്റ് ആയിരിക്കും അതിൻ്റെ പുറം എന്ന് പറയുന്നത്, മെഴുകു പോലെ. പിന്നെ ഹെയർസ്, ചെറിയ ചെറിയ നാരുകൾ ആ ഇലകൾക്ക് കാണപ്പെടും. ഡ്രൈ ഏരിയാസിൽ അതിൻ്റെ ഇലകളുടെ ഈർപ്പം നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ ഇലകൾ ചെയ്യുന്ന എന്താണ് ഓരോ ഈർപ്പം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. ഒന്നുകിൽ ഇല അങ്ങ് ചുരുളും, ഈർപ്പം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി ഇലകൾ ചുരുളും, അല്ലെങ്കിൽ ഇലകളിൽ തന്നെ വാക്സോ ഹെയർസോ ഒക്കെ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ആ ഒരു പ്രദേശത്തെ ആ ഒരു ചൂടിനെ ചെറുത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ഇലകൾ സ്വീകരിക്കുന്ന മാർഗങ്ങളാണ് ഇവയൊക്കെ. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ. ക്ലൈംബിംഗ് പ്ലാന്റ്സ് സച്ച് ആസ് പീസ്. ക്ലൈംബിംഗ് പ്ലാന്റ്സ് അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, ക്ലൈംബിംഗ് പ്ലാന്റ്സ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പ്ലാന്റ്സ്, അത് എക്സാമ്പിൾ പീസ് അല്ലെ, ഗ്രീൻ പീസ്. അപ്പൊ ആ പീസിന്റെ ചെടി ഒരു ക്ലൈംബിംഗ് പ്ലാന്റ് ആണ് അല്ലെ. ആ ഒരു ചെടി have leaf tips that coil into stalks called tendrils to help that plant cling. അപ്പോൾ ആ ഒരു ചെടി എന്താണ് പടർന്ന് പന്തലിച്ചാണ് ഒരു ചെടി വളരുന്നത് അല്ലെ, പടർന്ന് പന്തലിച്ചാണ് ആ ചെടി വളരുന്നത്. അപ്പോൾ ആ ഒരു ചെടി എന്താണ് മറ്റൊരു ചെടീനെ ചുറ്റിപ്പിടിച്ചൊക്കെയാണ് പോകുന്നത് അല്ലെ, അല്ലെങ്കിൽ നിലത്തൂടെയൊക്കെ സഞ്ചരിച്ച് മറ്റു പ്ലാന്റ്സിലൊക്കെ ചുറ്റിപ്പിടിച്ചൊക്കെയാണ് ആ ഒരു ക്ലൈംബിംഗ് പ്ലാന്റ്സ് വളരുന്നത്. അപ്പൊ ആ ഒരു ചെടീനെ ഒരു ചുരുളൻ പറഞ്ഞിരിക്കുന്ന ഇവിടെ ക്ലൈംബിംഗ് പ്ലാന്റ്സ് such as peas have leaf tips that coil into stalks called tendrils. Tendrils എന്നാണ് ആ ഒരു കാര്യത്തിന് പറഞ്ഞ ടീച്ചർ ഫോട്ടോ കാണിച്ചു തരാം ടെൻഡ്രിൽസ് എന്താണെന്നുള്ളത്. അപ്പോൾ പീസിന്റെ ആ ചെടിയിൽ എന്താണ് ടെൻഡ്രിൽസ് കാണപ്പെടുന്നു. ഒരു ചെടീനെ ചുറ്റിപ്പിടിച്ച് വേറൊരു സ്ഥലത്തേക്ക് ചുറ്റിപ്പിടിച്ച് പടർന്നു പോകാൻ വേണ്ടി ആ ലീഫിന്റെ ആ ഒരു ഭാഗത്തായിട്ട് ഓരോ ടെൻഡ്രിൽസ് കാണപ്പെടുന്നു. ഓക്കെ, അപ്പൊ അതാണ് ടെൻഡ്രിൽസ് എന്ന് പറയുന്നത്. ടു ഹെൽപ്പ് ദ പ്ലാന്റ് ക്ലിങ്, പടർന്ന് പന്തലിച്ച് പോകാൻ വേണ്ടിയിട്ടാണ് അത് ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ എന്താ പറയുന്നേ, ലീവ്സ് ഹെൽപ്പ് എ പ്ലാന്റ് ടു ബ്രീത്ത്. ഒരു പ്ലാന്റ് നമ്മൾ ശ്വസിക്കുന്നുണ്ട് അല്ലെ, ഇങ്ങനെ മുകളിലോട്ട് നമ്മൾ വലിച്ച് ശ്വസിക്കുന്നുണ്ട്. എന്താ വെച്ചാൽ നമ്മുടെ നോസ് വെച്ചിട്ടാണ് നമ്മൾ ശ്വസിക്കുന്നത് അല്ലെ. അതുപോലെ ലീവ്സും ശ്വസിക്കുന്നുണ്ട്. അപ്പൊ ലീവ്സ് എന്ന് പറയുന്ന ഒരു പ്ലാന്റിന്റെ ബ്രീത്ത് അല്ലെ, ആ ഒരു പ്ലാന്റിന്റെ നമ്മൾ പറയുന്ന പോലെ നമ്മൾ ശ്വസിക്കാൻ നമ്മൾ നോസ് ഉപയോഗിക്കുന്നു എന്നതുപോലെ ഒരു പ്ലാന്റിന് ബ്രീത്ത് ചെയ്യാനായിട്ട് ലീവ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ലീവ്സിന്റെ ആ ഒരു നോസ്, ആ ഒരു മൂക്ക് അല്ലെ, ആ ശ്വസിക്കുന്ന ആ ഭാഗം എവിടെയാണ് എന്ന് ടെക്സ്റ്റിൽ കൊടുത്തിട്ടില്ല. ടീച്ചർ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നില്ല, നിങ്ങൾക്ക് എന്നത് മനസ്സിലാവും. എങ്ങനെയാ വെച്ചാൽ ഒരു പ്ലാന്റ് നിങ്ങൾ തിരഞ്ഞെടുക്കുക. പ്ലാന്റിൽ ഒരു ഇല നിങ്ങൾ പിച്ചാതെ ആ പ്ലാന്റ് തന്നെ നിർത്തിയിരിക്കുക. എല്ലാവരും പല്ല് തേക്കും അല്ലെ, പല്ല് തേക്കുന്ന പേസ്റ്റ് ഉണ്ടല്ലോ, പേസ്റ്റ് എന്ത് ചെയ്യുക, ആ ഒരു ഇലയുടെ പുറത്തും അടിയിലും അടിഭാഗത്തും ഒന്ന് ഫുള്ളായിട്ടൊന്ന് തേച്ച് കൊടുക്കുക. പുറം ഭാഗത്തും അല്ലെ, ഒരൊറ്റ ഇലയിൽ പുറം ഭാഗത്ത് തേക്കുക. ഒരു പ്ലാന്റിലെ ഒരു ഇലയിൽ നിങ്ങൾ നിങ്ങളുടെ പേസ്റ്റ് പുറം ഭാഗത്ത് തേക്കുക ഒരു ഇലയിൽ.
വേറൊരു ഇല സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ അടിഭാഗം, ഇപ്പോൾ ഒരു ഇല ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ കാണുന്ന ഭാഗം മുകൾ ഭാഗത്ത് എന്താണ് പേസ്റ്റ് ചെയ്യിക്കാം, വേറൊരു ഇലയുടെ അടിഭാഗത്ത് പേസ്റ്റ് ചെയ്യിക്കാം. അപ്പൊ എന്താണ് അതിൽ വരുന്ന മാറ്റം എന്താണെന്ന് നോക്കാം. അപ്പൊ നമ്മുടെ മൂക്ക് പൊത്തി പിടിച്ചാൽ നമുക്ക് എന്താ ശ്വാസം മുട്ടും അല്ലെ, ചിലപ്പോൾ എന്നാ ശ്വാസം മുട്ടി നമ്മൾ മരിക്കും അല്ലെ. ശ്വാസം കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്താ മരിച്ചു പോകും അല്ലയോ. അപ്പൊ ആ ഒരു ഇലയുടെ അവസ്ഥ എന്താണ് എന്ന് അറിയാനായിട്ട് പറ്റും അല്ലെ. അപ്പൊ 2 ഇലകൾ നമ്മൾ സെലക്ട് ചെയ്തു, അതിൻ്റെ ആ ബ്രീത്ത് ചെയ്യുന്ന ഭാഗം ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരിലയുടെ പുറത്ത് നമ്മൾ പേസ്റ്റ് ഫുള്ളായിട്ട് തേച്ചു, വേറൊരു ഇലയുടെ അടിഭാഗത്ത് പേസ്റ്റ് ഫുള്ളായിട്ട് തേച്ചു എന്ന് പറഞ്ഞ് പേസ്റ്റ് എല്ലാവരും എടുത്ത് തീർക്കരുത്. പല്ല് തേക്കാനുള്ളതാണ്, കുറേശ്ശെ എടുത്താൽ മതി. ചെറുതായിട്ട് എടുത്ത് പുറത്തായിട്ടൊന്ന് തേച്ചെടുക്കുക. ഭയങ്കര കട്ടിക്കെടുക്കണം, ജസ്റ്റ് ചെറുതായിട്ടൊന്ന് പുറത്ത് തേച്ചെടുത്താൽ മതി. അതുപോലെ അടിയിലും തേച്ചെടുക്കുക. 2 ലീവ്സ് ആയിരിക്കണം, ഒരേ ലീവ്സ് ആയിരിക്കരുത്, 2 ലീഫിനെ ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് അറിയാൻ പറ്റും ആ ലീവ്സ് ഏത് ഭാഗം വെച്ച് ശ്വസിക്കുന്നത്, മുകൾ ഭാഗം വെച്ചാണോ താഴ്ഭാഗത്താണോ അതിൻ്റെ ബ്രീത്ത് ചെയ്യുന്ന ഉള്ളത് എന്ന്. ഓക്കെ, അപ്പൊ ഇത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ലീവ്സ് ബ്രീത്ത് ചെയ്യുന്നുണ്ടോ എന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ലീവ്സ് ഹെൽപ്പ് എ പ്ലാന്റ് ടു ബ്രീത്ത്. അപ്പൊ ലീവ്സ് എന്ത് ചെയ്യുന്നു, ബ്രീത്ത് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്ലാന്റിനെ. നെക്സ്റ്റ്, മോസ്റ്റ് ലീവ്സ് ആർ ഗ്രീൻ ഇൻ കളർ. നമ്മൾ മുറ്റത്തേക്ക് നോക്കുകയാണെങ്കിൽ എന്താണ്, എല്ലാ മരങ്ങളും ചെടികളും ഒക്കെ മിക്കവാറും ഉള്ള എല്ലാം ഗ്രീൻ കളറായിരിക്കും കാണുന്നത് അല്ലെ, എല്ലാം ഗ്രീൻ കളറിലായിരിക്കും കാണപ്പെടുന്നത്. ദിസ് ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് എ പിഗ്മെന്റ് കോൾഡ് ക്ലോറോഫിൽ. ഈ ഒരു പച്ച നിറത്തിന് കാരണം, ഇലകളിലെ പച്ച നിറത്തിന് കാരണം ക്ലോറോഫിൽ എന്ന് പറയുന്ന ഒരു പിഗ്മെന്റ് ആണ്. ഹരിതകം എന്ന് പറയുന്നൊരു വർണ്ണവസ്തുവാണ് ഇലകളിലെ പച്ച നിറത്തിന് കാരണം. ഓക്കെ, അപ്പോൾ ഇലകളിലെ പച്ച നിറത്തിന് കാരണം എന്താണ്, ക്ലോറോഫിൽ, ഹരിതകം. ഇപ്പൊ ക്ലോറോഫിൽ എന്ന് പറയുന്ന ഒരു പിഗ്മെന്റിന്റെ സഹായമാണ് ഇലകളിൽ പച്ച നിറം കാണപ്പെടുന്നത്. ഓക്കെ, വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദീസ് ലീവ്സ് മേക്ക് ഫുഡ്. അപ്പോൾ ആ ഒരു ക്ലോറോഫിലിന്റെ ഹെൽപ്പ് കൊണ്ടാണ് ലീവ്സ് ഫുഡ് ഉണ്ടാക്കുന്നത്, ഭക്ഷണം പാചകം ചെയ്യുന്നത്. ഓക്കെ, there are some leaves that are not green but red or brown in color. അപ്പോൾ ചില ലീവ്സ് എന്ന് പറയുന്നത് എന്താണ്, ഗ്രീൻ കളർ അല്ലാതെ റെഡ് കളറിലും ബ്രൗൺ കളറിലൊക്കെ നമ്മൾ കാണപ്പെടുന്നുണ്ട് അല്ലെ. നമ്മൾ മുറ്റത്തൊക്കെ അലങ്കാര സസ്യങ്ങളായിട്ട് വളർത്തുന്ന ചില സസ്യങ്ങളുടെ ഇലകൾ എന്ന് പറയുന്നത് ബ്രൗൺ കളറോ അല്ലെങ്കിൽ റെഡ് കളറോ അല്ലെങ്കിൽ വയലറ്റ് കളേഴ്സ്, അങ്ങനെ പലതരത്തിലുള്ള കളേഴ്സിലുള്ള ഇലകൾ കാണപ്പെടുന്നുണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ ലീവ്സിനെ കുറിച്ച് പറഞ്ഞത് മനസ്സിലായോ? ലീവ്സ് എന്ന് പറയുന്നത് ഫുഡ് ഉണ്ടാക്കുന്ന ഒരു പാർട്ടാണ് ലീവ്സ് എന്ന് പറയുന്നത് അല്ലെ. ലീവ്സ് പിന്നെ ലീവ്സിന് പലതരം ഷേപ്പ് ഉണ്ട്, സൈസിൽ കാണപ്പെടുന്നു എന്ന് പറഞ്ഞു അല്ലെ. പിന്നെ ലീവ്സ് എന്ന് പറയുന്നത് ഡ്രൈ ഏരിയാസിൽ ഒന്നുകിൽ അവ ചുരുളും അല്ലെങ്കിൽ ആ ചില ഇലകൾക്ക് വാക്സോ ഹെയർസോ ഉണ്ടാകും, ചൂടിൽ നിന്നും ആ ഒരു ഇലയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അല്ലെ. പിന്നെ പീസ്, ക്ലൈംബിംഗ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞ പീസ് ആ ഒരു മറ്റ് സ്ഥലങ്ങളിൽ ചുറ്റിപ്പടർന്ന് വളരുവാൻ വേണ്ടിയിട്ട് അത് ടെൻഡ്രിൽസ്, ഒരു ചുരുളുന്ന ഒരു പാർട്ടുണ്ട്, അവിടെ അത് ഉപയോഗിച്ച് മറ്റു മരങ്ങളിലും അല്ലെങ്കിൽ ചെടി താഴെ തന്നെ ചുറ്റിപ്പടർന്ന് അത് വളരും. ഓക്കെ, പിന്നെ ബ്രീത്ത് ചെയ്യാനായിട്ട് ഒരു പ്ലാന്റ് ബ്രീത്ത് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന പാർട്ടാണ് ലീവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ബ്രീത്ത് ചെയ്യുന്ന പാർട്ട് ഏതാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് ടീച്ചർ പറഞ്ഞു തന്നു. 2 ലീവ്സ് എടുക്കുക, ആ മരത്തിൽ തന്നെ നിർത്തുക, പിച്ചി എടുക്കരുത്, മരത്തിൽ തന്നെ നിർത്തുക. 2 ലീവ്സ് എടുക്കുക, ഒരു ലീവ്സിന്റെ പുറത്തും മറ്റൊരു ലീവ്സിന്റെ അടിഭാഗത്തും പേസ്റ്റ് വെച്ച് തേച്ച് വെക്കുക. പേസ്റ്റ് മൊത്തം തീർക്കരുതേ, കുറേശ്ശെ എടുത്ത് തേച്ച് വെക്കുക. ഓക്കെ, എന്നിട്ട് ഒരു ദിവസം ഫുള്ള് നോക്കുക, പിറ്റേന്ന് എടുത്ത് നോക്കുമ്പോൾ എന്ത് വ്യത്യാസമാണ് കാണുന്നത് എന്ന് നോക്കുക. അപ്പൊ മനസ്സിലാവും ഒരു ചെടിയുടെ ബ്രീത്ത് ചെയ്യുന്ന ആ ഒരു ലീഫിന്റെ ബ്രീത്ത് ചെയ്യുന്ന പോർഷൻ ഏതാണെന്ന് മനസ്സിലാവും. ഓക്കെ, ഞാൻ പറഞ്ഞു തരുന്നില്ല, നിങ്ങൾ തന്നെ അത് പരീക്ഷിച്ചിട്ട് കണ്ടുപിടിച്ചാൽ മതി. എന്നിട്ടത് ടീച്ചറിന് ഫോട്ടോ എടുത്ത് അയച്ചു തന്നാൽ മതി.
ആ രണ്ട് ലീഫിൻ്റെയും വ്യത്യാസം എന്താണെന്നുള്ളത്. ഓക്കെ ഓക്കെ ദെൻ പാർട്സ് ഓഫ് എ ലീഫ്. പാർട്സ് ഓഫ് എ ലീഫ്, ഒരു ലീഫിൻ്റെ പാർട്സ്. ലീഫ്, നമ്മളൊരു ലീഫ് എടുക്കുമ്പോൾ അത് പലതരത്തിലുള്ള സൈസിലും ഷേപ്പിലും ഒക്കെ കാണപ്പെടുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു ലീഫിൻ്റെ പാർട്ടുകൾ, ലീഫിന് വ്യത്യസ്ത പാർട്ടുകളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പോൾ പിക്ചറും കൊടുത്തിട്ടുണ്ട്, അതുകൂടെ ഒക്കെ നോക്കി എന്താണ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ലീഫ് ബ്ലേഡ്. ലീഫ് ബ്ലേഡ് എന്താണ്? ലീഫ് ബ്ലേഡ് എന്ന് പറയുന്നത് the flat and smooth surface of a leaf is called the leaf blade. ലീഫ് ബ്ലേഡ് എന്ന് പറയുന്നത് ഒരു ലീഫിന്റെ സ്മൂത്ത് സർഫേസ്, ലീഫ് ഇസ് കോൾഡ് ദ ലീഫ് ബ്ലേഡ്. ഒരു ലീഫിന്റെ എന്താണ് ആ കാണുന്ന ഭാഗം, അതാണ് ലീഫ് ബ്ലേഡ് എന്ന് പറയുന്നത്. ഇലയുടെ പരന്നതും, ഇലയുടെ പരന്നത്, ഫ്ലാറ്റ് ആൻഡ് സ്മൂത്ത്. ഫ്ലാറ്റ് പരന്നതും സ്മൂത്ത്, നല്ല സ്മൂത്ത് ആയിട്ടിരിക്കുന്ന ഇലയുടെ ഭാഗമാണ് ലീഫ് ബ്ലേഡ് എന്ന് പറയുന്നത്. ലീഫ് ബ്ലേഡ്. ഓക്കെ, മനസ്സിലായോ ലീഫ് ബ്ലേഡ് എന്താണെന്നുള്ളത്? മനസ്സിലായി. ഇപ്പൊ ലീഫ് ബ്ലേഡ് മനസ്സിലായല്ലോ. ഓക്കെ, നെക്സ്റ്റ് ലീഫ് മാർജിൻ. ലീഫ് മാർജിൻ എന്താണ്? ലീഫ് മാർജിൻ എന്താണ് നോക്കാം. The boundary along the edge of the leaf is called the leaf margin. Leaf margins can be smooth or rough and they help in plant identification. അപ്പോൾ ലീഫ് മാർജിൻ എന്ന് പറയുന്നത് the boundary along the edge of the leaf is called the leaf margin. ഇലകളുടെ, നമ്മൾ കാണുന്ന ഇലകളുടെ അരികിൽ കാണുന്ന ഭാഗമാണ് ലീഫ് ബ്ലേഡ് എന്ന് പറയുന്നത്. അപ്പോൾ പലതരത്തിലുള്ള ഷേപ്പ് ആയിരിക്കും ഓരോ ഇലകൾക്കും അല്ലെ. അപ്പോൾ ഓരോ ഇലകളുടെ സൈഡും എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കും അല്ലെ. അപ്പോൾ ആ ഒരു സൈഡ് ഉപയോഗിച്ച് നമുക്ക് എന്താണ്, ലീഫ് മാർജിൻ ക്യാൻ ബി സ്മൂത്ത് ഓർ റഫ്. ലീഫ് മാർജിൻ എന്ന് പറയുന്നത് ഒന്നുകിൽ സ്മൂത്ത് ആയിരിക്കും അല്ലെങ്കിൽ റഫ് ആയിരിക്കും. നല്ല മിനുസായിരിക്കും, തരാനായിട്ട് നല്ല നല്ല മിനുസായിരിക്കും, അല്ലെങ്കിൽ റഫ് ആയിരിക്കും. ചിലപ്പോൾ മുള്ളുകൾ പോലൊക്കെ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ആൻഡ് ദേ ഹെൽപ്പ് ഇൻ പ്ലാന്റ് ഐഡന്റിഫിക്കേഷൻ. നേരത്തെ പറഞ്ഞതുപോലെ എന്താണ്, പ്ലാന്റ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട്, ഒരു പ്ലാന്റ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ആ ഒരു ഇലയുടെ ലീഫ് മാർജിൻ സഹായിക്കുന്നു. ഒരു ഇല എടുത്തു വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഷേപ്പും അതിൻ്റെ സൈസും ലീഫ് മാർജിനും ഒക്കെ നോക്കി നമുക്കിത് ഏത് മരത്തിൻ്റെ ഇലയാണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, അപ്പോൾ ദേ ഹെൽപ്പ് ഇൻ പ്ലാന്റ് ഐഡന്റിഫിക്കേഷൻ അല്ലെ. പ്ലാന്റ് ഐഡന്റിഫിക്കേഷന് ഇത് ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ലീഫ് മാർജിൻ മനസ്സിലായോ? ഓക്കെ, നെക്സ്റ്റ് വെയിൻ. വെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സിരകൾ, സിര. ഓക്കെ, അപ്പൊ എന്താണ്? When you hold a leaf up against the light, you can see a pattern of lines on it. These are veins. Depending upon the pattern, a leaf can have either parallel venation, where the veins run parallel to each other, or reticulate venation, where the veins appear like a net or mesh. അപ്പോൾ എന്താണ് വെയിൻ എന്ന് പറയുന്നത്? നിങ്ങളൊരു ഇല എടുക്കുക, when you hold a leaf up against the light, സൂര്യന്റെ വെട്ടത്തിലേക്ക് അല്ലെങ്കിൽ എന്താ സൂര്യന്റെ പ്രകാശത്തിന്റെ നേരെ ആയിട്ട് ആ ഇല ഇങ്ങനെ പിടിച്ചു നോക്കുക, ഇല ഇങ്ങനെ വെക്കുക. അപ്പൊ എന്തൊക്കെ കാണാൻ സാധിക്കും? യു ക്യാൻ സീ എ പാറ്റേൺ ഓഫ് ലൈറ്റ്സ് ഓൺ ഇറ്റ് അല്ലെ. ഒരു ഇലയിൽ പലതരത്തിലും ഇങ്ങനെ ഓരോ ലൈനുകൾ പോകുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഒരില ഇങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ അതിന് പല എന്താണ് ലൈൻസ് കാണാനായിട്ട് സാധിക്കും. ആ സൂര്യപ്രകാശത്തിന്റെ ലൈറ്റിന് എന്താണ് എതിരായിട്ട് നമ്മൾ നിൽക്കുമ്പോൾ നല്ല വൃത്തിയായിട്ടത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒന്ന് ചെയ്തു നോക്കുക. ഓക്കെ, ഇപ്പൊ ഒരു ഇല എടുത്ത് സൂര്യന്റെ വെട്ടത്തിന് നേരെ ഇങ്ങനെ പിടിച്ചു വെക്കുക. അപ്പൊ അതിലെന്താ ഓരോ നാരുകൾ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ദീസ് ആർ വെയിൻസ്. അവയാണ് എന്ത്? വെയിൻസ് എന്ന് പറയുന്നത്. ഇലയിലെ സിരകൾ, വെയിൻസ്. ഡിപ്പെൻഡിങ് അപ്പോൺ ദ പാറ്റേൺ എ ലീഫ് ക്യാൻ ഹാവ് എയ്തർ പാരലൽ വെനേഷൻ. അപ്പോൾ എന്താണ് പാറ്റേണുകളെ അനുസരിച്ച് ഈ നമ്മൾ പല ഇലകൾക്കും എന്താണ് പല പാറ്റേണുകളായിരിക്കും. എല്ലാം സെയിം ആയിരിക്കില്ല. ചില ഇലകൾക്ക് ഒരു പാറ്റേൺ ആയിരിക്കും, ചില ഇലകൾക്ക് വേറൊരു പാറ്റേൺ ആയിരിക്കും. ഡിപ്പെൻഡിങ് അപ്പോൺ ദ പാറ്റേൺ. അപ്പോൾ ഈ പാറ്റേണുകളെ അനുസരിച്ച് ലീഫ് ക്യാൻ ഹാവ് എയ്തർ പാരലൽ വെനേഷൻ.
ചില ഇലകൾക്ക് പാരലൽ വെനേഷൻ ആയിരിക്കും കാണാനായിട്ട് പറ്റുന്നത്. നീണ്ട വെയിൻസ് ആയിരിക്കും കാണാനായിട്ട് പറ്റുന്നത്. നീണ്ട വെയിൻസ് ടീച്ചറെ കാണിച്ചു തരാം, പിക്ചർ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് മനസ്സിലാവും എങ്ങനെ പാരലൽ ആയിട്ടായിരിക്കും, സമാന്തരമായിട്ടായിരിക്കും എന്താണ് പല സിരകളും ആ ഇലകളിൽ കാണാനായിട്ട് പറ്റുന്നത്. ചില ഇലകളുണ്ട് അങ്ങനെ. നമ്മുടെ വാഴയുടെ ഇല, അതിന്റെ വെയിൻസ് എന്ന് പറയുന്നത് ഇങ്ങനെ നീളത്തിൽ ആയിരിക്കും കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് ടീച്ചർ കാണിച്ചു തരാം, കണ്ടാൽ മതി. ഓക്കെ, അപ്പോൾ എന്താ പറഞ്ഞത്, ചില വെയിൻസ് എന്ന് പറയുന്നത് can have either parallel venation where the veins run parallel to each other. ബ്രാക്കറ്റ് കൊടുത്തിരിക്കുന്നുണ്ടോ, where the veins run parallel to each other. അപ്പോൾ പരസ്പരം പാരലൽ ആയിട്ടായിരിക്കും അത് പോകുന്നത്. പാരലായിട്ട് എല്ലാം സമമായിട്ടായിരിക്കും പോകുന്നത്, ഒരേ നീളം, അങ്ങനെ പാരലൽ ആയിട്ടായിരിക്കും പോകുന്നത്. സമാന്തരം എന്ന് പറഞ്ഞാൽ എന്താണ്, തുല്യമായിരിക്കും. ഒരു ഡിഫറൻസ് തമ്മിൽ എന്തായിരിക്കും, തുല്യമുള്ള ഡിഫറൻസ് ആയിരിക്കും. അപ്പൊ നമ്മൾ 2 ലൈൻ ഇങ്ങനെ വരച്ചു അല്ലെ, 2 ലൈൻ അടിച്ചു. ഈ 2 ലൈനിലുള്ള ഡിഫറൻസ് എന്തായിരിക്കും, തുല്യമായിരിക്കും. അതുപോലെ ഈ പാരലൽ ആയിട്ടായിരിക്കും എന്ത്, ലീവ്സിന്റെ ലീവ്സിൽ കാണപ്പെടുന്ന വെയിൻസ് പോകുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഓർ റെറ്റിക്കുലേറ്റ് വെനേഷൻ. ഇപ്പൊ പാരലൽ വെനേഷനും ഉണ്ട്, റെറ്റിക്കുലേറ്റ് വെനേഷൻ ഉണ്ട്. റെറ്റിക്കുലേറ്റ് വെനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ബ്രാക്കറ്റ് കൊടുത്തിരിക്കുന്നത്, വേർ ദ വെയിൻസ് അപ്പിയർ ലൈക്ക് എ നെറ്റ് ഓർ മെഷ്. അപ്പോൾ ആ ഇലകൾ എന്ന് പറയുന്നത് എന്താണ്, നെറ്റ്. നമ്മുടെ നെറ്റിലെ നമ്മൾ കൊതുകുവല അല്ലെങ്കിൽ നമ്മൾ കിണറിന് മുകളിലായിട്ടിടുന്ന വലകള്, അതിൻ്റെയൊക്കെ നെറ്റ് ഇങ്ങനെ ഓരോ എന്താണ് കുഞ്ഞു നെറ്റ്സ് അല്ലെ കാണപ്പെടുന്നത്. അതുപോലെ ആയിരിക്കും എന്ത് വെയിൻസ്, ഈ റെറ്റിക്കുലേറ്റ് വെയിൻസ് കാണപ്പെടുന്നത്. ചില ഇലകളിൽ റെറ്റിക്കുലേറ്റ് വെയിൻസ് ആയിരിക്കും, ചില ഇലകളിൽ എന്താ പാരലൽ വെനേഷൻ ആയിരിക്കും കാണപ്പെടുന്നത്. ഓക്കെ, ചില എന്താണ് പാരലൽ വെനേഷൻ എന്ന് പറഞ്ഞാൽ സമാന്തരമായിട്ട് പോകുന്ന സിരകൾ. റെറ്റിക്കുലേറ്റ് എന്ന് പറഞ്ഞാൽ നെറ്റ് പോലെ കാണപ്പെടുന്ന വെനേഷൻ ആയിരിക്കും കാണാനായിട്ട് സാധിക്കുന്നത്. ടീച്ചർ ഇത് ഫോട്ടോ കാണിച്ചു തരും, കണ്ടാൽ മതി. ഓക്കെ, അപ്പൊ ലീഫ്സിന്റെ പാർട്സ് അത്രയും മനസ്സിലായ. ഏതൊക്കെ നമ്മൾ പറഞ്ഞു, ലീഫ് ബ്ലേഡ് പറഞ്ഞു, ലീഫ് മാർജിൻ പറഞ്ഞു, വെയിൻ പറഞ്ഞു. നെക്സ്റ്റ് എന്താണ് നോക്കിയേ, പെറ്റിയോൾ. എന്താണ് പെറ്റിയോൾ എന്ന് പറയുന്നത്, the leaf is connected to the plant stem or branch with a small structure that looks like a tiny stem. This is called a petiole. അപ്പോൾ താഴെ അവിടെ ഒരു ഇല കാണിച്ചിട്ടുണ്ട് അല്ലേ, താഴെ ഒരു ഇല കാണിച്ചിട്ടുണ്ട്, സ്ക്രീനിൽ കാണിച്ചു തരാം. ആ ഒരു ഇല കാണിച്ചിട്ടുണ്ട് അല്ലേ, ആ ഒരു ഇലയിലെ ആ തണ്ടിനെയും ഇലയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആ ഒരു ഭാഗമുണ്ടല്ലോ, അതാണ് എന്തെന്ന് പറയുന്നത്, പെറ്റിയോൾ എന്ന് പറയുന്നത്. പെറ്റിയോൾ. അപ്പോൾ the leaf is connected to the plant stem or branch with a small structure that looks like tiny stem. കുഞ്ഞു സ്റ്റെം ആയിരിക്കും അല്ലെ, വെറും ചെറിയ ടൈനി സ്റ്റെം ആയിരിക്കും കാണപ്പെടുക. ബ്രാഞ്ചിൽ നിന്നും സ്റ്റെമ്മിൽ നിന്നും ബ്രാഞ്ചിൽ നിന്നും ഒക്കെ കാണപ്പെടുന്ന ലീഫിലേക്ക് ബന്ധിപ്പിക്കുന്ന ആ ഒരു ഭാഗമായിരിക്കും പെറ്റിയോൾ എന്ന് പറയുന്നത്. പെറ്റിയോൾ. അപ്പൊ ആ ഭാഗമൊക്കെ ഓർത്ത് വയ്ക്കുക, പെറ്റിയോൾ, PETIOLE, പെറ്റിയോൾ. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്റ്റിപ്യൂൾ. എന്താണ് സ്റ്റിപ്യൂൾ? ആ സ്റ്റിപ്യൂൾ എന്ന് പറയുന്നത് ദ തിൻ ലീഫ് ലൈക്ക് സ്ട്രക്ചർ അറ്റ് ദ ബേസ് ഓഫ് എ പെറ്റിയോൾ ഈസ് ദ സ്റ്റിപ്യൂൾ. അപ്പൊ സ്റ്റിപ്യൂൾ എന്ന് പറയുന്നത്, ആ ഇല നോക്കിയേ, ആ ഇല കാണുന്നുണ്ടോ, അതിൻ്റെ ഇലയിലെ ചെറിയ എന്താണ് ആ ഞെട്ടിന്റെ ആ ഒരു ഇലയും ബ്രാഞ്ചിലും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആ ഒരു നേരത്തെ ഭാഗം പറഞ്ഞു, പെറ്റിയോൾ അല്ലെ. അപ്പൊ പെറ്റിയോളിന്റെ ആ താഴെ കാണുന്ന ഒരു കുഞ്ഞില പോലെ കാണുന്നുണ്ടോ, ആ ഇലഞ്ഞെട്ട്, ആ ഇലഞ്ഞെട്ടിന്റെ അടിഭാഗത്തായിട്ട് കാണപ്പെടുന്ന നേർത്ത ഇല, ഒരു കുഞ്ഞിലയാണ് സ്റ്റിപ്യൂൾ എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പം ആ ഒരു ഇല, ആ ഒരു ബ്രാഞ്ചിൽ നിന്നും അല്ലെങ്കിൽ ആ ഒരു സ്റ്റെമ്മിൽ നിന്നും ഇലയിലേക്ക് എന്താണ് പെറ്റിയോൾ പോകുന്നുണ്ട്. ആ പെറ്റിയോളിന്റെ അടിഭാഗത്തായിട്ട് കാണപ്പെടുന്ന ഒരു ചെറിയ ഇലയാണ് സ്റ്റിപ്യൂൾ എന്ന് പറയുന്നത്. സ്റ്റിപ്യൂൾ. ഓക്കെ, അത് മനസ്സിലായോ? സ്റ്റിപ്യൂൾ എന്താണെന്ന് മനസ്സിലായോ? മനസ്സിലായി. അടുത്തത് സ്റ്റൊമാറ്റ. സ്റ്റൊമാറ്റ എന്ന് പറയുന്നത് എന്താണ്? ടൈനി മൈക്രോസ്കോപ്പിക് ഹോൾസ് ഓൺ ദ ലീഫ് ആർ കോൾഡ് സ്റ്റൊമാറ്റ. അപ്പൊ സ്റ്റൊമാറ്റ എന്ന് പറയുന്നത് ആ ഒരു ഇലയിലെ ചെറിയ സൂക്ഷ്മ ദ്വാരങ്ങളാണ് സ്റ്റൊമാറ്റ എന്ന് പറയുന്നത്. They help the plant to breathe and release excess moisture. അപ്പോൾ ആ ഭാഗമാണ് സ്റ്റൊമാറ്റ. നമ്മുടെ ബോഡിയിലുള്ള ബ്രീത്ത് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഭാഗത്തെ നമ്മൾ നോസ് എന്ന് പറയുമ്പോൾ ആ ഒരു ലീഫിന്റെ ബ്രീത്ത് ചെയ്യാൻ സഹായിക്കുന്ന ഭാഗത്തെ ആ സൂക്ഷ്മദ്വാരങ്ങളെ നമ്മൾ പറയുന്ന പേരാണ് സ്റ്റൊമാറ്റ. അപ്പൊ അത് എവിടാണ് കാണപ്പെടുന്നത്? നമ്മൾ നേരത്തെ ചെയ്ത ആ ഒരു പരീക്ഷണയിലെ അതുപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാം. ഏത് ഭാഗത്താണ് ഇലകളുടെ സ്റ്റൊമാറ്റ അല്ലെങ്കിൽ ബ്രീത്ത് ചെയ്യുന്ന പാർട്ട് കാണപ്പെടുന്നത്? നമ്മൾ ഇവിടെയും പറഞ്ഞിട്ടില്ല, അത് നിങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ടീച്ചർ പറഞ്ഞു തന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്കത് ബോധ്യമാവും സ്റ്റൊമാറ്റ എവിടെയാണ് കാണപ്പെടുന്നത്. ഓക്കെ, നമ്മുടെ ബോഡിയിൽ ബ്രീത്ത് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന പാർട്ട് നോസ് ആണെങ്കിൽ ഒരു ലീഫിന്റെ ബ്രീത്ത് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഭാഗം ലീഫാണ്. ആ ലീഫിന്റെ നോസ് എന്നറിയപ്പെടുന്ന ബ്രീത്ത് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ആ ഭാഗം, ചെറിയ ദ്വാരങ്ങൾ, സുഷിരങ്ങൾ, വെറും ചെറിയ ദ്വാരം, നമുക്ക് മൈക്രോസ്കോപ്പിലൂടെ മാത്രമേ കാണാനായിട്ട് സാധിക്കൂ. അങ്ങനെയുള്ള ഭാഗങ്ങളാണ് സ്റ്റൊമാറ്റ എന്നറിയപ്പെടുന്നത്. സ്റ്റൊമാറ്റ. ഓക്കെ, അപ്പൊ ബ്രീത്ത് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ആ ഒരു ഭാഗം ഏതാണ്? സ്റ്റൊമാറ്റ. ഓക്കെ, മനസ്സിലായ? താഴെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇലകളുടെ പാർട്ട് അല്ലെ. അതുപോലെ പാരലൽ വെനീഷനും റെട്ടിക്കുലേറ്റ് വെനീഷനും കാണിച്ചിട്ടുണ്ട്. കണ്ടോ? പാരലൽ വെനീഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു ഇല നോക്കിയേ നിങ്ങൾ കാണുന്നുണ്ടോ? പല പല സിരകളാണ് കാണപ്പെടുന്നത്. പല തരത്തിലോട്ട് പോകുന്ന സിരകളൊക്കെ കാണപ്പെടുന്നു. റെട്ടിക്കുലേറ്റ് വെനീഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു ഇല ഇങ്ങനെ നീളത്തിൽ കാണപ്പെടുന്നു. വാഴയുടെ ഒക്കെ ഇലയാണ് ഇങ്ങനെയാണ് കാണപ്പെടുന്നത് അല്ലെ. അപ്പൊ ടീച്ചർ കാണിച്ചു തന്നല്ലോ, മനസ്സിലായിരുന്നല്ലോ അത്. അപ്പൊ അത്രയും മനസ്സിലായോ? മനസ്സിലായി. അപ്പോൾ നമ്മൾ സ്റ്റെം പഠിച്ചു, ലീവ്സും പഠിച്ചു. ഇപ്പൊ സ്റ്റെമ്മിന്റെ ഡ്യൂട്ടീസ് എന്താണെന്ന് മനസ്സിലായല്ലോ. അതുപോലെ ലീവ്സിന്റെ പാർട്ട് ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ലീഫ് ബ്ലേഡ്, ലീഫ് മാർജിൻ, വെയിൻ, പിന്നെ പെറ്റിയോൾ, സ്റ്റിപ്യൂൾ ആൻഡ് സ്റ്റൊമാറ്റ. 6 പാർട്സ് പറഞ്ഞു. അത് പറയാനായിട്ട് ഇവിടെ പഠിക്കാം. ഓക്കെ, അപ്പം പാർട്സ് ഓഫ് എ ലീഫ് പറയുക, അതുപോലെ പാർട്സ് ഓഫ് ഷൂട്ട് സിസ്റ്റം ഏതൊക്കെയാണെന്നും കൂടെ പറയാം. ഓക്കെ, അപ്പോൾ അത് നമുക്കത് അത്രയും പഠിച്ചു നിർത്താം. ഓക്കെ, അപ്പോൾ അതിൽ ക്വസ്റ്റ്യൻ ഉണ്ട്, നമുക്ക് അതിൽ പഠിക്കാനായിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. പേജ് നമ്പർ 191. സെക്കൻഡ് ക്വസ്റ്റ്യൻ, why most of the leaves are in green color? Why most of the leaves are in green color? എന്തുകൊണ്ടാണ് മിക്ക ചെടികളും ഗ്രീൻ കളറിൽ കാണപ്പെടുന്നത്? അപ്പൊ നമ്മൾ പറഞ്ഞു എന്താണെന്നുള്ളത് അല്ലെ. എന്താണ്? ഹരിതകം എന്ന വർണ്ണവസ്തുവിന്റെ ആ ഒരു സാന്നിധ്യമാണ് ഇലകൾക്ക് പച്ച നിറം നൽകുന്നതെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ അതാണ് അതിന്റെ ആ ഒരു ആൻസർ. അപ്പൊ എന്താ ആൻസർ നോക്കിയേ. Most leaves are green in color. This is due to the presence of a pigment called chlorophyll. Okay, അപ്പൊ അത്ര എഴുതുക. Most leaves are green in color. This is due to the presence of a pigment called chlorophyll. Then most leaves are green in color. This is due to the presence of a pigment called chlorophyll. Okay, അപ്പോൾ അത്ര എഴുതുക. എന്താണ്? ഹരിതകം എന്ന വർണ്ണവസ്തുവിന്റെ സാന്നിധ്യമാണ് മിക്ക ഇലകളിലും ഗ്രീൻ കളർ ഉണ്ടാക്കുന്നത്. ഇപ്പം മിക്ക ഇലകളും ഗ്രീൻ കളറിലാണ് കാണപ്പെടുന്നത്. ഇതിന് കാരണം ഹരിതകം എന്ന വർണ്ണവസ്തുവിന്റെ സാന്നിധ്യമാണ്. ഓക്കെ, അത്ര എഴുതുക, അതുപോലെ പഠിക്കുക. അപ്പൊ നമ്മൾ 1, 2, 5 ഇത്രയും ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ബാക്കിയുള്ളത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്നതിന്റെ കൂട്ടത്തിൽ നമുക്ക് എഴുതാം. ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ് നമുക്ക് GK പഠിക്കാം. ഓക്കെ, GKയിലെ പേജ് നമ്പർ 306.
ഫേമസ് പേഴ്സണാലിറ്റീസ്. ഫേമസ് പേഴ്സണാലിറ്റീസ്, ഫേമസ് ആയ വ്യക്തികളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫേമസ് പേഴ്സണാലിറ്റീസ് അവരെന്താണ് ഡെവലപ്പ് ചെയ്തത്, അല്ലെ അവരെന്തൊക്കെ ഇൻവെന്റ് ചെയ്തു എന്നുള്ള കാര്യങ്ങൾ അവരെ കുറിച്ചാണ് പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. This famous American genius developed the crop rotational method which revolutionized modern farming dash. അപ്പോൾ this famous American genius, ഈ അമേരിക്കൻ ജീനിയസ് എന്ന് പറയുന്നത് ഇദ്ദേഹം ഡെവലപ്പ് ചെയ്തു ദ ക്രോപ്പ് റൊട്ടേഷണൽ മെത്തേഡ്. എന്താണ് ക്രോപ്പ് റൊട്ടേഷണൽ മെത്തേഡ് ഡെവലപ്പ് ചെയ്തു വിച്ച് റെവല്യൂഷനൈസ്ഡ് മോഡേൺ ഫാമിംഗ്. അപ്പോൾ ക്രോപ്പ് റൊട്ടേഷണൽ എന്ന് പറയുന്ന ഒരു മോഡേൺ ഫാമിങ്ങിന് അദ്ദേഹം ഡെവലപ്പ് ചെയ്തു. ക്രോപ്പ് റൊട്ടേഷണൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ലാൻഡിൽ പലതരത്തിലുള്ള കൃഷികൾ ചെയ്യാം, മോഡേൺ ഫാമിംഗ്. അപ്പോൾ ആ ഒരു ക്രോപ്പ് റൊട്ടേഷണൽ മെത്തേഡ് ഡെവലപ്പ് ചെയ്ത വ്യക്തി ആരാണ്? This famous American genius developed the crop rotational method which revolutionized the modern farming. Okay, അപ്പോൾ ഇതൊരു മോഡേൺ ഫാമിംഗ് ആണ്. ക്രോപ്പ് റൊട്ടേഷണൽ മെത്തേഡ് ഡെവലപ്പ് ചെയ്ത വ്യക്തി, ഫേമസ് അമേരിക്കൻ ജീനിയസ് ആരാണ്? നോക്കി, ആരാണ്? ജോർജ് വാഷിംഗ്ടൺ കാർവർ. അവിടെ പിക്ചർ കണ്ടോ? ജോർജ് വാഷിംഗ്ടൺ കാർവർ. ഫോർത്ത് പിക്ചറായിട്ട് കാണുന്നതാണ് ജോർജ് വാഷിംഗ്ടൺ കാർവർ. നോക്കി സ്പെല്ലിംഗ് നോക്കിയേ, എഴുതിക്കോ. GEORGE, ജോർജ് വാഷിംഗ്ടൺ. WASHINGTON, വാഷിംഗ്ടൺ. കാർവർ, CARVER. ജോർജ് വാഷിംഗ്ടൺ കാർവർ ആണ് എന്ത് ക്രോപ്പ് റൊട്ടേഷണൽ മെത്തേഡ് ഡെവലപ്പ് ചെയ്തത്. ഓക്കെ, എഴുതിയോ? ടെക്സ്റ്റിൽ എഴുതുക ജോർജ് വാഷിംഗ്ടൺ കാർവർ. ഓക്കെ, നെക്സ്റ്റ് 2 നോക്കി. He invented denim overalls in 1873 which evolved into much loved denim jeans. അപ്പോൾ നമ്മളൊക്കെ ജീൻസ് ഒക്കെ ഇടാറുണ്ട് അല്ലേ? ജീൻസ് ഒക്കെ ഇടാറുണ്ട്. അപ്പോൾ ഇദ്ദേഹമാണ് ഡെനിം ഓവറൽസ് ഇൻ 1873 which evolved into much loved denim jeans. അപ്പോൾ ഈ ഇൻവെന്റഡ് ഡെനിം ഓവറൽസ്. ഡെനിം ഓവറൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ടീഷർട്ടിന് ശേഷം അതിൻ്റെ പുറത്തായിട്ട് നമ്മൾ ജീൻസിൻ്റെ മോഡലായിട്ട് ഒരു ഷർട്ട് ഇടും അല്ലെ, ഒരു പാൻറ് ഉൾപ്പെടെ കയറ്റിയിടുന്ന ആ ഒരു വസ്ത്രം. ആ ഒരു ഡെനിം ഓവറൽസ് എന്താണ് ഇൻവെന്റ് ചെയ്ത വ്യക്തിയാണ് ആരാണ്? അദ്ദേഹത്തിന്റെ പേരാണ് ലെവി സ്ട്രോസ്. അപ്പോൾ അതിൻ്റെ സൈഡിൽ 2ന്റെ സെക്കൻഡ് ഫോട്ടോ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് ലെവി സ്ട്രോസ്. LEVISTRAUSS, ലെവി സ്ട്രോസ്. ഓക്കെ, അപ്പൊ അദ്ദേഹം എന്നാണ് ഇൻവെന്റ് ചെയ്തത്? 1873 ഡെനിം ഓവറൽസ് ഇൻവെന്റ് ചെയ്തത്. ഓക്കെ, അപ്പോൾ he invented denim overalls in 1873 which evolved into much loved denim jeans. ഡെനിം ഓവറൽ ജീൻസ് ആണ് പിന്നെ പരിണമിച്ച് ഡെനിം ജീൻസായി നമ്മളിപ്പോൾ കാണുന്നില്ലേ, ആ ഒരു ജീൻസായിട്ട് മാറിയത്. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ അത് എഴുതിയല്ലോ. അപ്പോൾ 3. He introduced the New York Times Sunday crossword, a famous pastime of many people. അപ്പോൾ he introduced the New York Times Sunday crossword. ഈ കാണുന്നതാണ് ദ ന്യൂയോർക്ക് ടൈംസ് സൺഡേ ക്രോസ്വേർഡ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു പസിൽ മോഡലാണ്. അപ്പോൾ ഇതാണ് ദ ന്യൂയോർക്ക് ടൈംസ് സൺഡേ ക്രോസ്വേർഡ് എന്ന് പറയുന്നത്. He introduced the New York Times Sunday crossword. ആരാണത്? ഓക്കെ, ആരാണ്? ആർതർ വെയിൻ. ARTHURWYNNE, ആർതർ വെയിൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ദി ന്യൂയോർക്ക് ടൈംസ്. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, നെക്സ്റ്റ് 4th ക്വസ്റ്റ്യൻ നോക്കി. He developed the World Wide Web in 1990. അപ്പോൾ വേൾഡ് വൈഡ് വെബ് WWW
നമ്മളിപ്പോൾ കേട്ടിട്ടുണ്ടല്ലേ, www. എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. എന്താണത്? വേൾഡ് വൈഡ് വെബ്. അപ്പോൾ www. ഫുൾ നെയിം ആണ് വേൾഡ് വൈഡ് വെബ്. അപ്പോൾ 1990 വേൾഡ് വൈഡ് വെബ് ഡെവലപ്പ് ചെയ്ത വ്യക്തി ആരാണ്? വേൾഡ് വൈഡ് വെബ് കേട്ടിട്ടുണ്ടല്ലോ എല്ലാവരും. www. നമ്മൾ ഇപ്പോൾ ഒരു വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്ന www. ഡെവലപ്പ് ചെയ്ത വ്യക്തി ആരാണ്? ഫോർത്ത് വൺ, ടീം ബെർണേഴ്സ്-ലീ. ടീം ബെർണേഴ്സ്-ലീ. ഓക്കെ, TIMBERNERS. ടീം ബെർണേഴ്സ്-ലീ, LEE. ടീം ബെർണേഴ്സ്-ലീ ആണ് www. അല്ലെങ്കിൽ വേൾഡ് വൈഡ് വെബ് ഡെവലപ്പ് ചെയ്തത്. എന്നാണ്? 1990. ഇപ്പോൾ വേൾഡ് വൈഡ്, അപ്പോൾ അതിൽ 2 ക്വസ്റ്റ്യൻ നമ്മൾ കാണുന്നുണ്ട്. വേൾഡ് വൈഡ് വെബ് ആരാണ് ഡെവലപ്പ് ചെയ്തത്? ടീം ബെർണേഴ്സ്-ലീ. ആൻഡ് എന്നാണ്? 1990. ഓക്കെ, മനസ്സിലായോ? ടീം ബെർണേഴ്സ്-ലീ. ഓക്കെ, നെക്സ്റ്റ്. He invented the screw pump for raising water. He invented the screw pump for raising water. വാട്ടർ, നമ്മുടെ വെള്ളം എന്താണ് വെള്ളം ഉയർത്തിയെടുക്കുവാൻ വേണ്ടിയിട്ട് സ്ക്രൂ പമ്പ് ഫോർ റേസിംഗ് വാട്ടർ. സ്ക്രൂ പമ്പ് കണ്ടുപിടിച്ച വ്യക്തി ആരാണ്? He invented the screw pump for raising water. വെള്ളം ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് സ്ക്രൂ പമ്പ് എന്ന് പറയുന്ന ഒരു ഉപകരണം ഇൻവെന്റ് ചെയ്ത വ്യക്തി ആരാണ്? ആരാണ്? ഓക്കെ, ആർക്കിമിഡീസ്. ആരാണ്? ആർക്കിമിഡീസ്. കണ്ടോ പിക്ചർ? കണ്ടോ ആർക്കിമിഡീസിന്റെ പിക്ചർ? കണ്ടോ ലാസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്ന ആർക്കിമിഡീസ്. ആർക്കിമിഡീസ്, ARCHIMEDES. ആർക്കിമിഡീസ്. ആർക്കിമിഡീസ് കണ്ടോ? ആർക്കിമിഡീസ്. ഓക്കെ, ഓക്കെ ആണല്ലോ. ഓക്കെ, നെക്സ്റ്റ് 6th one. He flew a kite in the air during a thunderstorm and in doing so invented the lightning conductor. ഈ വ്യക്തി പട്ടം അല്ലെ, നല്ല ഇടിമിന്നലുള്ള സമയത്ത് എന്താണ് ഒരു പട്ടം ഒരു സ്പൂണിൽ കെട്ടിയിട്ട് അദ്ദേഹം ഇങ്ങനെ പറത്തി. അപ്പോൾ തണ്ടർ സ്റ്റോം, ഒരു ഇടിമിന്നൽ അടിച്ചപ്പോൾ അദ്ദേഹത്തിന് എന്താണ് ചെറിയൊരു ഷോക്ക് പോലെ ഒരു ചെറിയ ഷോക്ക് അടിച്ചു. അങ്ങനെയാണ് കഥ നമ്മൾ കേട്ടിട്ടുള്ളത്. അപ്പോൾ ഒരു ഷോക്കിൽ നിന്നും അദ്ദേഹത്തിന് മനസ്സിലായി എന്താണ്? മിന്നലിൽ നിന്നും വൈദ്യുതി ഉണ്ടാകുന്നു എന്ന് അല്ലെ, തണ്ടർ സ്റ്റോമിൽ നിന്നും വൈദ്യുതി ഉണ്ടാകുന്നു എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അങ്ങനെ അദ്ദേഹം ഇൻവെന്റ് ചെയ്തു, ലൈറ്റനിങ് കണ്ടക്ടർ ഇൻവെന്റ് ചെയ്തു. അപ്പോൾ he flew a kite in the air during a thunderstorm and in doing so invented the lightning conductor. ലൈറ്റനിങ് കണ്ടക്ടർ ഇൻവെന്റ് ചെയ്ത വ്യക്തി ആരാണ്? ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ, BENJAMIN. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ, FRANKLIN. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു വേർഡ്സ് ഒക്കെ, ഈ ഒരു പേരുകളൊക്കെ എന്ന് പറഞ്ഞാൽ എന്താണ്, കുറച്ച് ടഫാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക, ആ ഒരു 5 times നിങ്ങൾ എഴുതി പഠിക്കുക. ഓക്കെ, 5 times എഴുതി പഠിക്കുകയും കൂടെ ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചതിന് ശേഷം, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം അദ്ദേഹത്തിന്റെ പേര് എഴുതുക. ജോർജ് വാഷിംഗ്ടൺ കാർവർ എന്ന് എഴുതി 5 times എഴുതി പഠിക്കുക. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്താണ്? ഈ ഫേമസ് അമേരിക്കൻ ജീനിയസ് ഡെവലപ്ഡ് ചെയ്തു ക്രോപ്പ് റൊട്ടേഷണൽ മെത്തേഡ്. ക്രോപ്പ് റൊട്ടേഷണൽ മെത്തേഡ് ഡെവലപ്പ് ചെയ്ത വ്യക്തിയാണ് ജോർജ് വാഷിംഗ്ടൺ കാർവർ. 2, അടുത്ത എന്താണെന്നുള്ളത് പഠിക്കുക. He invented denim overalls in 1873 which evolved into much loved denim jeans. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ആ ഒരു ഡെനിം ജീൻസ് ഇൻവെന്റ് ചെയ്ത വ്യക്തി ആരാണ്? ലെവി സ്ട്രോസ്. ലെവി സ്ട്രോസ്. അപ്പോൾ അത് 5 times എഴുതി പഠിക്കാം. Then 3, he introduced the New York Times Sunday crossword, a famous pastime of many people. അപ്പോൾ പല വ്യക്തികളുടെയും, പണ്ട് കാലത്ത് പല വ്യക്തികളുടെയും ഒരു പാസ്റ്റ് ടൈം ആയിരുന്ന ന്യൂയോർക്ക് ടൈംസ് സൺഡേ ക്രോസ്വേർഡ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത വ്യക്തി ആരാണ്? ആർതർ വെയിൻ. ആർതർ വെയിൻ. 4th one, he developed the World Wide Web in 1990. 1990 വേൾഡ് വൈഡ് വെബ്
www. ചിലപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് www. എന്താണ് ഡെവലപ്പ് ചെയ്ത വ്യക്തി ആരാണ് എന്ന് ചോദിച്ചാൽ എന്ത് പറയും? ടിം ബെർണേഴ്സ്-ലീ. Fourth one, he invented the screw pump for raising water. വെള്ളം ഉയർത്തുന്നതിന് വേണ്ടി സ്ക്രൂ പമ്പ് കണ്ടുപിടിച്ച വ്യക്തി ആരാണ്? ആർക്കിമിഡീസ്. അടുത്തത് സിക്സ്ത് വൺ, he flew a kite in the air during a thunderstorm and in doing so invented the lightning conductor. മിന്നലിൽ നിന്ന് എന്താണ്? മിന്നലക്ഷാചാലകം എന്നൊക്കെ പറയും. നമ്മുടെ ഇടിമിന്നൽ ഏറ്റു മരിച്ചു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? അപ്പൊ ഇടിമിന്നലിൽ എന്താണ്? കറണ്ട് ഉണ്ട് അല്ലെ? അപ്പൊ അതിൽ നമുക്ക് എന്താണ് വൈദ്യുതാഘാതം, ഷോക്ക് കേൾക്കാം. അപ്പൊ ഇടിമിന്നൽ ഏറ്റു മരിച്ചു എന്നൊക്കെ നമ്മൾ പത്രത്തിൽ കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് ചില വലിയ വലിയ കെട്ടിടങ്ങളുടെ മുകളിലൊക്കെ ആയിട്ട് ഈ ലൈറ്റനിങ് കണ്ടക്ടർ വെക്കാറുണ്ട്, മിന്നൽ രക്ഷാചാലകം വെക്കാറുണ്ട്. അത് കണ്ടുപിടിച്ച വ്യക്തി ആരാണ്? ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. ഓക്കെ. അപ്പൊ അത്രയും മനസ്സിലായോ? പേരുകൾ ഒന്നുകൂടെ വായിക്കാം, ശ്രദ്ധിച്ചിരിക്കുക. ജോർജ് വാഷിംഗ്ടൺ കാർവർ, ലെവി സ്ട്രോസ്, ആർതർ വെയിൻ, ടിം ബെർണേഴ്സ്-ലീ, ആർക്കിമിഡീസ്, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. ഓക്കെ, അപ്പൊ അത്രയും മനസ്സിലായല്ലോ. ഓക്കെ, അപ്പൊ എല്ലാവരും പിക്ചേഴ്സ് ഒക്കെ കണ്ടു. ഓക്കെ, അപ്പൊ അത് എന്താണ് 5 times എഴുതിയും കൂടെ പഠിക്കുക. സ്പെല്ലിംഗ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. 5 times എഴുതിയും കൂടെ പഠിക്കാം. ഓക്കെ, അപ്പൊ താങ്ക് യു. Good morning all of you. Good morning. എല്ലാവരും മലയാളം ടെക്സ്റ്റ് ബുക്ക് എടുത്തേ. എടുത്തോ? ഓക്കെ, അപ്പൊ നമുക്ക് മലയാളം പഠിക്കണ്ടേ? ഓക്കെ, എല്ലാവരും പേജ് നമ്പർ 4 എടുത്തേ. എല്ലാവരും പേജ് നമ്പർ 4. കഴിഞ്ഞ ദിവസം നമ്മൾ എന്തായിരുന്നു പഠിച്ചിരുന്നത്? എന്തായിരുന്നു? ഒരു കവിത പഠിച്ചിരുന്നു അല്ലേ? എന്തായിരുന്നു? ഒരു കവിത പഠിച്ചു. എന്തായിരുന്നു കവിതയുടെ പേര്? പറഞ്ഞേ. എന്തായിരുന്നു? എന്താണ്? എന്റെ വിദ്യാലയം അല്ലേ? എന്താണ് കവിതയുടെ പേര്? എന്റെ വിദ്യാലയം. ആരായിരുന്നു എഴുതിയിരുന്നത് കവിത? ആ കവിത രചിച്ചിരുന്നത് ആരാണ്? ഒളപ്പമണ്ണ അല്ലേ? എല്ലാവരും കവിത വായിച്ചോ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു കവിതയായിരുന്നു പഠിച്ചിരുന്നത്. കവിതയുടെ പേര് എന്റെ വിദ്യാലയം എന്നായിരുന്നു അല്ലേ? അതിൽ നമ്മൾ കുറച്ച് പദങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? പുതിയ പദങ്ങൾ പഠിച്ചു അല്ലേ? എല്ലാവരും പഠിച്ചില്ലേ? പഠിച്ചു. അപ്പൊ ജസ്റ്റ് ഒന്ന് വായിക്കാം, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കാം. നോക്കിക്കേ, തിങ്കൾ. തിങ്കളുടെ അർത്ഥം എന്തായിരുന്നു നമ്മൾ പഠിച്ചിരുന്നത്? പറഞ്ഞേ. തിങ്കൾ എന്താണ്? ചന്ദ്രൻ അല്ലേ? തിങ്കൾ എന്താണ്? ചന്ദ്രൻ. താരങ്ങൾ. പറഞ്ഞേ, താരങ്ങളുടെ അർത്ഥം എന്തായിരുന്നു? എന്താണ്? നക്ഷത്രങ്ങൾ അല്ലേ? താരങ്ങൾ, നക്ഷത്രങ്ങൾ. കതിർ. പറഞ്ഞേ, എന്താ കതിറിന്റെ അർത്ഥം? എന്താണ്? രശ്മി അല്ലേ? കതിർ എന്താണ്? രശ്മി. തുങ്കം. അർത്ഥം പറഞ്ഞേ. തുങ്കം. ഉന്നതമായത്. എന്താണ് തുങ്കം? ഉന്നതമായത്. വാനം. അർത്ഥം പറഞ്ഞേ. വാനം. വാനത്തിന്റെ അർത്ഥം എന്താ? എന്താണ്? ആകാശം അല്ലേ? വാനം എന്താണ്? ആകാശം. ഒളി. ഒളിയുടെ അർത്ഥം എന്താണ്? ഒളി. ശോഭ അല്ലേ? ഒളിയുടെ അർത്ഥം എന്താണ്? ശോഭ. ഉരുക്കുക. അർത്ഥം എന്താ? പറഞ്ഞേ. ഉരുക്കുക, പറയുക അല്ലേ? ഉരുക്കുകയുടെ അർത്ഥം എന്താണ്? പറയുക. മധു. മധുവിന്റെ അർത്ഥം എന്താ? പറഞ്ഞേ. മധു, തേൻ അല്ലേ? മധുവിന്റെ അർത്ഥം എന്താണ്? തേൻ. മധുബം. അർത്ഥം എന്താ? പറഞ്ഞേ. മധുബം എന്താണ്? വണ്ട് അല്ലേ? മധുബത്തിന്റെ അർത്ഥം എന്താണ്? വണ്ട്. മമ. അർത്ഥം തന്നെ. മമ എന്താണ് പഠിച്ചത്? മമ എന്റേത് അല്ലേ? മമ എന്താണ്? എന്റേത്. ചിത്തം. അർത്ഥം പറഞ്ഞേ. ചിത്തം എന്താണ്? മനസ്സ് അല്ലേ? ചിത്തം എന്താണ്? മനസ്സ്. പാല്. അർത്ഥം പറഞ്ഞേ. പാല്. ലോകം അല്ലേ? പാല് എന്താണ്? ലോകം അല്ലേ? ഈ പദങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് അല്ലേ? എല്ലാവരും വാക്കുകളിലേക്ക് ടൈപ്പ് ചെയ്തിട്ടുണ്ടല്ലോ അർത്ഥങ്ങള്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മൾ പഠിച്ച കവിതയുമായി ബന്ധപ്പെട്ട കുറച്ച് പഠന പ്രവർത്തനങ്ങളാണ് ടീച്ചർ പഠിപ്പിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ചെയ്യാം. എല്ലാവരും റെഡിയാണോ പഠിക്കാനായിട്ട്? ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് പര്യായ പദമാണ് അല്ലേ? എന്താണ്
ഇന്ദു. എന്തൊക്കെയാണ്? എന്താണ്? ചന്ദ്രൻ എന്തൊക്കെ പറയാം? തിങ്കൾ. പറഞ്ഞാലും എന്താണ്? തിങ്കൾ. പിന്നെയോ ഇന്ദു. പറഞ്ഞ എന്താണ്? ഇന്ദു. ഓക്കെ. ഓ ചന്ദ്രൻ എന്തൊക്കെ പറയാൻ പറയാം? തിങ്കൾ, ഇന്ദു. ക്ലിയറാണേ? ടീച്ചറൊപ്പം എല്ലാവരും ഇപ്പം തന്നെ പഠിക്കണം. ഓക്കെ. ചന്ദ്രൻ എന്തൊക്കെ പറയാം? തിങ്കൾ, ഇന്ദു. ഓക്കെ. നെക്സ്റ്റ് നോക്കിയേ, നക്ഷത്രം. പറഞ്ഞേ നക്ഷത്രത്തിന് എന്തൊക്കെ പര്യായങ്ങൾ പറയാം? നക്ഷത്രം അറിയാൻ കാര്യങ്ങൾ. നക്ഷത്രത്തിന് എന്ത് പറയാം? ആ താരം. പറഞ്ഞൂടെ എന്താണ്? താരം. പിന്നെന്ത് പറയാം? താരം. പിന്നെയോ എന്താ പറയാ? താരകം. എന്താണ്? താരകം. എന്താണ്? താരകം. ഓക്കെ. അപ്പോ ഇവിടെ നക്ഷത്രത്തിന് എന്തൊക്കെ പറയാം? താരം, താരകം. ടീച്ചറൊപ്പം എല്ലാവരും പറയണേ. ചന്ദ്രൻ പറഞ്ഞു? തിങ്കൾ, ഇന്ദു. നക്ഷത്രം, താരം, താരകം. ഓക്കെ. നെക്സ്റ്റ് നോക്കാം. തേൻ. അല്ലേ? തേൻ. തേൻ നമുക്ക് എന്തൊക്കെ പറയാം? തേൻ എന്ത് പറയാം? ആ മധു. പറഞ്ഞോളൂ എന്താണ്? മധു. തേൻ എന്ത് പറയാം? മധു. പിന്നെന്ത് പറയാം? തേന് മറ്റു പദം പുഷ്പരസം. എന്താണ്? പുഷ്പരസം. പറഞ്ഞേ എന്താണ്? പുഷ്പരസം. എന്താണ്? പുഷ്പരസം. അപ്പോൾ തേന് നമുക്ക് എന്തൊക്കെ പദങ്ങൾ പറയാൻ? പര്യായ പദങ്ങൾ. മധു, പുഷ്പരസം. ഓക്കെ. മനസ്സിലായോ? ചന്ദ്രൻ എന്തൊക്കെ പറയാം? തിങ്കൾ, ഇന്ദു. പറയുന്നത് എല്ലാവരും. ചന്ദ്രൻ എന്തൊക്കെ പറയാം? തിങ്കൾ, ഇന്ദു. നക്ഷത്രത്തിന് എന്ത് പറയാം? താരം, താരകം. എന്താണ്? താരം, താരകം. പിന്നെയോ തേൻ. തേൻ എന്ന് പറയാം? മധു, പുഷ്പരസം. പറഞ്ഞ എന്താണ്? മധു, പുഷ്പരസം. പഠിച്ചവരാണ്. ഓക്കെ. അപ്പൊ നമ്മൾ പര്യായ പദങ്ങളാണ് നമ്മളിപ്പോ പഠിച്ചത്. ഓക്കെ. നെക്സ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എന്താണ്? പിരിച്ചെഴുതുക. എന്താണ്? പിരിച്ചെഴുതുക. പിരിച്ചെഴുതാനായിട്ട് എല്ലാവർക്കും അറിയാമോ? ഒരു പദം തന്നാൽ അതിന് പിരിച്ചെഴുതാനായിട്ട് അറിയാമോ? അറിയാം. അപ്പൊ നോക്കാം നമുക്ക്. അടുത്ത എന്താണ്? പിരിച്ചെഴുതുക. ഓക്കെ. നോക്കിയേ, എന്താ തന്നിരിക്കുന്ന പദം? കണ്ണീർ. എന്താണ്? കണ്ണീർ. എന്താണ്? കണ്ണീർ. എങ്ങനെ പറയാം? പിരിച്ചെങ്ങനെ എഴുതാം? പറഞ്ഞേ. കണ്ണീർ. പറഞ്ഞേ എങ്ങനെ എഴുതാം? കണ്ണീർ. പിടിച്ചു പറഞ്ഞേ. ആ എങ്ങനെ പറയാം? കൺ അധികം നീർ. അല്ലേ? എന്താണ്? കൺ അധികം നീർ. എന്താണ്? കൺ അധികം നീർ. അല്ലേ? അതല്ലേ കണ്ണീർ? കണ്ണീർ എന്ന് പറയാം. കൺ അധികം നീർ. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? കണ്ണീർ. മനസ്സിലായോ? പിടിച്ചത് എങ്ങനെയാണ്? കണ്ണീർ. എങ്ങനെ പറയാം? കൺ അധികം നീർ. ഓക്കെ. മനസ്സിലായോ? സെക്കൻഡ് വൺ നോക്കിക്കേ. വെള്ളിക്കതിർ. എന്താണ്? വെള്ളിക്കതിർ. പറഞ്ഞേ എന്താണ്? വെള്ളിക്കതിർ. പറഞ്ഞേ എങ്ങനെ പിടിച്ചു പറയാം? വെള്ളിക്കതിർ. പറഞ്ഞേ പിടിച്ചെഴുതാൻ പറഞ്ഞേ. വെള്ളിക്കതിർ എങ്ങനെ നമുക്ക് പിടിച്ചെഴുതാം? ആ വെള്ളി അധികം കതിർ. അല്ലേ? എങ്ങനെയാണോ? എന്താണ്? വെള്ളിക്കതിർ എങ്ങനെ പറയാം? വെള്ളി അധികം കതിർ. ഓക്കെ. എന്താണ്? വെള്ളി അധികം എന്താണ്? കതിർ. അല്ലേ? എന്താണ്? കതിർ. വെള്ളി അധികം കതിർ. വെള്ളിക്കതിർ. മനസ്സിലായോ? കണ്ണീർ എഴുതി. കൺ അധികം നീർ. കണ്ണീർ. അല്ലേ? വെള്ളിക്കതിർ എങ്ങനെയാണ്? വെള്ളി അധികം കതിർ. ഓക്കെ. നെക്സ്റ്റ് നോക്കിക്കേ. കള്ളത്താണി. എന്താണ്? കള്ളത്താണി. എന്താണ്? കള്ളത്താണി. എങ്ങനെ പറയാം? കള്ളത്താണി. തിരിച്ചു പറഞ്ഞേ. കള്ളത്താണി എങ്ങനെ പറയാം? അറിയോ? എങ്ങനെയാണ്? നോക്കിക്കേ. കല്ല് അധികം അത്താണി. കേട്ടോ? എന്താണ്? കല്ല് അധികം അത്താണി. കേട്ടോ? കള്ളത്താണി നമുക്ക് എങ്ങനെ പറയാം? കല്ല് അധികം
അത്താണി കല്ലത്താണി. മനസ്സിലായോ? കല്ലത്താണി ഇങ്ങനെ പിടിച്ചു പറഞ്ഞു. കല്ല് അധികം അത്താണി. മനസ്സിലായോ? പിടിച്ചെഴുതാനായിട്ട് പഠിച്ചോ? കണ്ണീർ എങ്ങനെ പറയാം? കണ്ണ് അധികം നീർ കണ്ണീർ. വെള്ളിക്കല്ല് ഇങ്ങനെ പിടിച്ചു പറയാം. വെള്ളി അധികം കതിർ വെള്ളിക്കതിർ. കല്ലത്താണി എങ്ങനെ പറയാം? കല്ല് അധികം അത്താണി കല്ലത്താണി. മനസ്സിലായോ? പിടിച്ചെഴുതാനായിട്ട്. ഓക്കെ, അപ്പൊ എല്ലാവരും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലേക്ക് ഇത് റൈറ്റ് ചെയ്യണം. ഓക്കെ, കണ്ണീർ വെള്ളിക്കതിർ കല്ലത്താണി ഇതെല്ലാവരും നമ്മുടെ ടെക്സ്റ്റിലേക്ക് റൈറ്റ് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് എന്താ? ചേർത്തെഴുതുക. എന്താണ് ചേർത്തെഴുതുക? ചേർത്തെഴുതാനായിട്ട് അറിയാമോ എല്ലാവർക്കും? അറിയാമോ എങ്ങനെയാ ചേർത്തെഴുതുക എന്നുള്ളത്? അറിയാമോ? നോക്കിക്കേ, മഞ്ഞ് അധികം തുള്ളി. മഞ്ഞ് അധികം തുള്ളി. നോക്കിക്കേ, ഇതെങ്ങനെ പറയാം? മഞ്ഞ് അധികം തുള്ളി. കൂട്ടിച്ചേർത്ത് പറഞ്ഞേ. മഞ്ഞ് അധികം തുള്ളി. കൂട്ടിച്ചേർത്ത് വായിച്ചേ. ഇങ്ങനെ പറയാം. എന്താണ്? മഞ്ഞു തുള്ളി. പറഞ്ഞോടെ. മഞ്ഞ് അധികം തുള്ളി എങ്ങനെ കൂട്ടിച്ചേർത്ത് വായിക്കുന്നത്? മഞ്ഞു തുള്ളി. ഇങ്ങനെയാണ് മഞ്ഞു തുള്ളി. ഓക്കെ, ഇതാണ് മഞ്ഞു തുള്ളി. മഞ്ഞ് അധികം തുള്ളി മഞ്ഞു തുള്ളി. അങ്ങനെ വായിക്കാം. നെക്സ്റ്റ് നോക്കിക്കേ, പാല് അധികം ഒളി. എന്താണ്? പാല് അധികം ഒളി. പറഞ്ഞേ, പാല് അധികം ഒളി എങ്ങനെ കുറിച്ചെന്ന് പറയാം? പറഞ്ഞേ, എങ്ങനെ പറയാം? പാല് അധികം ഒളി. കുറിച്ചെന്ന് വായിച്ചേ. എല്ലാരും വായിക്കണം. വായിച്ചേ. പാല് അധികം ഒളി എങ്ങനെ വായിക്കാം? പാലൊളി. എങ്ങനെ പറയാം? പാലൊളി. പാല് അധികം ഒളി എങ്ങനെ പറയാം? പാലൊളി. അല്ലേ? പാല് അധികം ഒളി പാലൊളി. മനസ്സിലായോ? കുറിച്ചെഴുതുന്നത് മനസ്സിലായോ? മഞ്ഞ് അധികം തുള്ളി മഞ്ഞ് തുള്ളി. പാല് അധികം ഒളി പാലൊളി. മനസ്സിലായോ? കുറിച്ചെഴുതുന്നത് ചേർത്തെഴുതിയ മനസ്സിലായോ? മഞ്ഞ് അധികം തുള്ളി എങ്ങനെ വായിക്കാം? വായിച്ചേ. മഞ്ഞ് തുള്ളി പാല് അധികം ഒളി പാലൊളി. ഓക്കെ, ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നു ഒറ്റ വാക്ക് എഴുതാനായിട്ടാണ്. തന്നിരിക്കുന്ന പദത്തിന്റെ ഒറ്റ വാക്ക് എഴുതാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം നമുക്ക്. നോക്കിക്കേ, വിദ്യയുടെ ആലയം. ഒന്നാമത്തെ എന്താണ്? വിദ്യയുടെ ആലയം. എങ്ങനെ പറയാം? പറഞ്ഞേ. വിദ്യയുടെ ആലയം എന്താണ്? വിദ്യാലയം. അല്ലേ? വിദ്യയുടെ ആലയം നമുക്ക് ഒറ്റ പദമായിട്ട് എങ്ങനെ പറയാം? വിദ്യാലയം. ഓക്കെ, അപ്പൊ എല്ലാവരും റൈറ്റ് ചെയ്ത് എന്താണ്? വിദ്യാലയം. എന്താണ്? വിദ്യാലയം. ഓക്കെ, വിദ്യ അധികം വിദ്യയുടെ ആലയം എന്താണ്? വിദ്യാലയം. മനസ്സിലായോ? അടുത്തെന്താണ്? കണ്ണിലെ നീർ. എങ്ങനെ പറയാം? കണ്ണിലെ നീർ. എന്താ കണ്ണിലെ നീർ? എന്താ കണ്ണിലെ നീർ? എന്താണ്? കണ്ണീർ. അല്ലേ? എന്താണ്? കണ്ണീർ. കണ്ണിലെ നീർ കണ്ണീർ. കണ്ണിലെ നീർ എന്താണ്? കണ്ണീർ. മനസ്സിലായല്ലോ? അടുത്ത് നോക്കിക്കേ, മഞ്ഞിന്റെ തുള്ളികൾ. പറയേ. മഞ്ഞിന്റെ തുള്ളികൾ ഒറ്റ പദം എന്ന് പറയാം. മഞ്ഞിന്റെ തുള്ളികൾ മഞ്ഞു തുള്ളികൾ. അല്ലേ? മഞ്ഞിന്റെ തുള്ളികൾ എന്താണ്? മഞ്ഞു തുള്ളികൾ എന്ന് പറഞ്ഞേ. ഓക്കെ, എന്താണ്? മഞ്ഞു തുള്ളികൾ. എന്താണ്? മഞ്ഞു തുള്ളികൾ. മനസ്സിലായോ? നോക്കിക്കേ, വിദ്യയുടെ ആലയം എന്ന് പറയാം. വിദ്യാലയം. കണ്ണിലെ നീർ കണ്ണീർ. പിന്നെ എന്താണ്? മഞ്ഞിലെ തുള്ളികൾ. മഞ്ഞിന്റെ തുള്ളികൾ എന്ന് പറയാം. മഞ്ഞു തുള്ളികൾ. അല്ലേ? ഒറ്റപ്പദം എഴുതാനായിട്ട് പഠിച്ചു എല്ലാവരും. നോക്കിക്കേ, വിദ്യയുടെ ആലയം എന്ന് പറയാം. വിദ്യാലയം. കണ്ണിലെ നീർ എന്താണ്? കണ്ണീർ. മഞ്ഞിന്റെ തുള്ളികൾ എന്താണ്? മഞ്ഞു തുള്ളികൾ. ഓക്കെ, എല്ലാ ടെക്സ്റ്റ് റൈറ്റ് ചെയ്തോളാം. മനസ്സിലായോ? ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നോക്കിക്കേ, പൂരിപ്പിച്ചെഴുതുക. എന്താണ്? പൂരിപ്പിച്ചെഴുതാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ കവിതയുമായി ബന്ധപ്പെട്ട വരികൾ
ബാക്കി പൂരിപ്പിക്കാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാവരും ടീച്ചർ പറഞ്ഞതാണ് എന്താണ് എന്നുള്ളത്. ഓക്കെ, നോക്കിക്കേ, ഒന്നാമത് നോക്കിക്കേ, തുങ്കമ്മ വാലിൻ ചോട്ടിലാണെന്റെ, നോക്കിക്കേ നമ്മുടെ കവിത. തുങ്കമ്മ വാലിൻ ചോട്ടിലാണെന്റെ എന്താണ് വിദ്യാലയം അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചത്? തുങ്കമ്മ വാലിൻ ചോട്ടിലാണെന്റെ വിദ്യാലയം. എഴുതിക്കോ എന്താണ് വിദ്യാലയം അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ കവിതയിൽ കണ്ടത്? തുങ്കമ്മ വാലിൻ ചോട്ടിലാണെന്റെ വിദ്യാലയം അല്ലേ? ഓക്കെ, നെക്സ്റ്റ് നോക്കിക്കേ, മധുരമീ ജീവിതം അല്ലേ? എന്താണ് മധുരമീ ജീവിതം? ബാക്കി എന്ത് പറയാം? മധുരമീ ജീവിതം ഇങ്ങനെയാണ് കവിതയിൽ പറഞ്ഞിരുന്നത്. എന്താണ് ചെറുതാണെന്നാകിലും അല്ലേ? എങ്ങനെയല്ലേ? എന്താണ് മധുരമീ ജീവിതം ചെറുതാണെന്നാകിലും അല്ലേ? എന്താണ് ചെറുതാണെന്നാകിലും, ചെറുതാണെന്നാകിലും. ഓക്കെ, മധുരമീ ജീവിതം ചെറുതാണെന്നാകിലും. ഓക്കെ, എല്ലാം റൈറ്റ് ചെയ്ത് എന്താണ് ചെറുതാണെന്നാകിലും, മധുരമീ ജീവിതം ചെറുതാണെന്നാകിലും. ഓക്കെ, അടുത്ത നോക്കിക്കേ, പറവൂ മഹാത്വത്വം പിന്നെന്താണ് ഡാഷ് കാര്യം എന്നാ തന്നിരിക്കുന്നല്ലേ? പറവൂ മഹാതത്വം എന്താണ് പറഞ്ഞേ? നോക്കിക്കേ, പറവൂ മഹാതത്വം പരസേവനം കാര്യം അല്ലേ? എന്താണ് പരസേവനം, പരസേവനം കാര്യം അല്ലേ? എങ്ങനെയാണ് പഠിച്ചത്? പറവൂ മഹാതത്വം പരസേവനം കാര്യം. ഓക്കെ, നെക്സ്റ്റ് നോക്കിക്കേ, പാരതിലെല്ലാം എന്നെ ബാക്കി എന്താ? പാരതിലെല്ലാം എന്നെ പറഞ്ഞേ, പാരതിലെല്ലാം എന്നെ പഠിപ്പിക്കുന്നുണ്ടോ? അങ്ങനല്ലേ? എന്താണ് പാരതിലെല്ലാം എന്നെ പഠിപ്പിക്കുന്നുണ്ടോ അല്ലേ? അപ്പൊ ഇതിക്ക് എന്താണ് പഠിപ്പിക്കുന്നുണ്ടോ, പഠിപ്പിക്കുന്നുണ്ടോ ഉണ്ടോ? ഓക്കെ, പഠിപ്പിക്കുന്നുണ്ടോ അല്ലേ? എന്ത് പറയാം? പാരതിലെല്ലാം എന്നെ പഠിപ്പിക്കുന്നുണ്ടോ അങ്ങനല്ലേ? ഓക്കെ, എല്ലാം റൈറ്റ് ചെയ്തോ? അപ്പോ എന്നാല് ആൻസർ അല്ലേ? എന്താണ് പൂരിപ്പിച്ചതായിട്ടുള്ളത്? എല്ലാരും എഴുതിയോ? എന്താണ് തുങ്കമ്മ വാലിൻ ചോട്ടിലാണെന്റെ വിദ്യാലയം, പിന്നെന്താണ് മധുരമീ ജീവിതം ചെറുതാണെന്നാകിലും, പറവൂ മഹാത്വത്വം പരസേവനം കാര്യം, പാരതിലെല്ലാം എന്നെ പഠിപ്പിക്കുന്നുണ്ടോ അല്ലേ? അങ്ങനെ മനസ്സിലായോ എല്ലാവർക്കും? പൂരിപ്പിച്ച എല്ലാവരും പൂരിപ്പിച്ചോ? ഓക്കെ, അപ്പോ നോക്കിക്കേ, തുങ്കമ്മ വാലിൻ ചോട്ടിലാണെന്റെ വിദ്യാലയം, മധുരമീ ജീവിതം ചെറുതാണെന്നാകിലും, പിന്നെയോ പറവൂ മഹാത്വത്വം പരസേവനം കാര്യം, പാരതിലെല്ലാം എന്നെ പഠിപ്പിക്കുന്നുണ്ടോ അല്ലേ? ഓക്കെ, ഇതെല്ലാരും പൂരിപ്പിച്ചെഴുതിയല്ലോ. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട് നെക്സ്റ്റ് തന്നിരിക്കുന്നത് ഉത്തരം എഴുതുക എന്നുള്ളതാണ്. അത് ടീച്ചർ ഈ വീഡിയോയുടെ കൂടെ തരുന്നുണ്ട്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക? നോട്ട്ബുക്കിൽ ഇത് റൈറ്റ് ചെയ്യണം. ഓക്കെ, 3 ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. അപ്പൊ എല്ലാവരും നോട്ട്ബുക്കിലേക്ക് ക്വസ്റ്റ്യൻ ആൻസർ എഴുതുക. അതോടൊപ്പം പര്യായ പദവും എല്ലാവരും എന്ത് ചെയ്യണം? അർത്ഥവും പര്യായ പദവും അതോടൊപ്പം ഉത്തരം എഴുതുകയും എല്ലാവരും നോട്ട്ബുക്കിലേക്ക് റൈറ്റ് ചെയ്യണം. ശരിയല്ലോ? ഓക്കെ, നെക്സ്റ്റ് നോക്കിക്കേ, ഈ പാഠം ഒരു വിദ്യാലയത്തിന്റെ പൂർണ്ണ ചിത്രം അവതരിപ്പിക്കുന്നു എങ്കിൽ താഴെ പറയുന്നവ പൂരിപ്പിക്കുക. നോക്കിക്കേ, നമ്മൾ പറഞ്ഞു അല്ലെ, കവിതയിലെ ഒരു വിദ്യാലയമാണ് നമ്മൾ കണ്ടത് അല്ലേ? ഗുരുക്കന്മാരുണ്ട്, അവരെല്ലാം നമ്മുടെ ഈ പ്രകൃതി എന്ന് പറയുന്ന പ്രകൃതിയിലെ ഓരോ കാര്യങ്ങളും നമ്മുടെ ഗുരുക്കന്മാരാണ്. അവർ നമ്മൾ ഓരോരോ കാര്യങ്ങൾ പഠിപ്പിക്കുന്നു നമ്മൾ കണ്ടു അല്ലേ? അപ്പൊ ഈ പ്രകൃതി എന്ന് പറയുന്നത് നമ്മുടെ വിദ്യാലയമാണ് അല്ലേ? ഓക്കെ, നോക്കിക്കേ, താഴെ പറയുന്ന പൂരിപ്പിക്കാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് വിദ്യാർത്ഥിയുടെ പേര്, വിദ്യാലയത്തിന്റെ പേര്, ഗുരുനാഥന്റെ പേര്, ഇഷ്ടപ്പെട്ട കൂട്ടുകാരുടെ പേര്. ഇത്രയും കാര്യങ്ങളാണ് പൂരിപ്പിക്കാനായിട്ട് പറഞ്ഞത് അല്ലേ? അപ്പോ നിങ്ങളുടെ പേര് അല്ലെ
വിദ്യാർത്ഥിയുടെ പേര് എഴുതുക, നിങ്ങളുടെ പേര് എഴുതുക. രണ്ടാമത്തെ എഴുതുക നിങ്ങളുടെ വിദ്യാലയത്തിന്റെ അല്ലെ നമ്മുടെ സ്കൂളിന്റെ പേര് എഴുതുക. മൂന്നാമത്തെ എന്താണ് ഗുരുനാഥന്റെ പേര്, നിങ്ങളുടെ ഗുരുനാഥന്റെ അല്ലെ ടീച്ചറിന്റെ പേര് എഴുതുക. എന്താണ് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കൂട്ടുകാരുടെ പേര് എഴുതാനാണ് പറഞ്ഞത് അല്ലേ. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, ഇത് എല്ലാവരും പൂരിപ്പിക്കണം. പൂരിപ്പിച്ചിട്ട് ടീച്ചർ അയച്ചു. ഓക്കെ ചെയ്യാലോ. ഓക്കെ അപ്പൊ നമുക്ക് ഈ ഒരു പാഠവുമായി ബന്ധപ്പെട്ട് അല്ലെ ആദ്യത്തെ പാഠമായ എന്റെ വിദ്യാലയം എന്ന് പറയപ്പെടുന്ന ഈ പാഠത്തിലെ പഠന പ്രവർത്തനങ്ങൾ ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോ ടീച്ചർ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായല്ലോ. പര്യായ പദങ്ങളും എങ്ങനെയാണ് പിടിച്ചെഴുതുക, എങ്ങനെയാണ് ചേർത്തെഴുതുക എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. ഓക്കെ അപ്പൊ എല്ലാവരും നോട്ട്ബുക്കിലേക്ക് അർത്ഥവും പര്യായ പദവും ഉത്തരം എഴുതുകയും എല്ലാവരും നോട്ട്ബുക്കിലേക്ക് റൈറ്റ് ചെയ്യണം. അതോടൊപ്പം നമ്മുടെ കോപ്പി ബുക്ക് ഉണ്ടല്ലോ മലയാളത്തിന്റെ 2 ലൈനിന്റെ കോപ്പി ബുക്കിലേക്ക് ഓക്കെ 2 ലൈനിന്റെ ഒരു കോപ്പി ബുക്ക് എടുക്കുക. അതിലേക്ക് നമ്മുടെ ഈ അർത്ഥവും പര്യായ പദവും ഉത്തരവും എഴുതുകയും എല്ലാവരും 1 ടൈം റൈറ്റ് ചെയ്ത് എന്ത് ചെയ്യുക, ഫ്രൈഡേയിൽ സബ്മിറ്റ് ചെയ്യുക. ഓക്കെ നമ്മുടെ മലയാളത്തിന്റെ കോപ്പി ബുക്ക് എന്നാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്, ഫ്രൈഡേയിലാണ് ടീച്ചർ അയച്ചു തരുന്നത്. ഓക്കെ അപ്പൊ അതില് എന്തൊക്കെയാണ് നമ്മുടെ നോട്ട്ബുക്കിൽ റൈറ്റ് ചെയ്യുന്ന അർത്ഥവും പര്യായ പദവും ഉത്തരം എഴുതുകയും എല്ലാവരും 1 ടൈം ടീച്ചർ അയച്ചു തരുക. 2 ലൈനിന്റെ ഒരു ബുക്ക് എടുത്തിട്ട് അത് മലയാളത്തിന്റെ കോപ്പി ബുക്കായിട്ട് യൂസ് ചെയ്യുക. ഓക്കെ മനസ്സിലായല്ലോ. ഓക്കെ ഇപ്പൊ ടീച്ചർ പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം ടെക്സ്റ്റിൽ റൈറ്റ് ചെയ്ത കാര്യങ്ങൾ ടെക്സ്റ്റിൽ തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പൊ അതെല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. ഒറ്റവാക്ക് എഴുതാനായിട്ടും ഒക്കെ ഉള്ളത് എല്ലാവരും നല്ല രീതിയിൽ പഠിക്കും. ഓക്കെ ടീച്ചർ തന്ന പര്യായ പദങ്ങളും അർത്ഥമെല്ലാം അടുത്ത ദിവസം ടീച്ചർ ചോദിക്കുന്നതായിരിക്കും. എല്ലാവരും ഈ ഫസ്റ്റ് ചാപ്റ്റർ നന്നായിട്ട് പഠിക്കും. ഓക്കെ ചെയ്യാലോ. ടീച്ചർ പറഞ്ഞ കാര്യങ്ങളൊക്കെ കോപ്പി ബുക്ക് എല്ലാവരും സബ്മിറ്റ് ചെയ്യണം. ഓക്കെ അപ്പോ ടീച്ചർ പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതിന്റെ ഡൗട്ട് ഉണ്ടെങ്കിൽ ടീച്ചർ ചോദിച്ചിരുന്നോ. ഓക്കെ അപ്പോൾ താങ്ക് യു. When there's no more hope is left in me, I can see what comes my way, and I'm always lost. There's nowhere else to go. All I do is fall